നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. സാമാന്യ മര്യാദയുടെയും മനുഷ്യാന്തസ്സിൻ്റെയും എല്ലാ സീമകളും ലംഘിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലോകത്തെ ഏറ്റവും കരുത്തുറ്റ രാജ്യമെന്ന് അഭിമാനിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ തലവനാണ് ഇത്തരം തരം താഴ്ന്ന പരിഹാസ വാക്കുകൾ ഉതിർക്കുന്നതെന്ന് ഓർക്കണം. ഇറാനിൽ അവശേഷിക്കുന്ന നേതാക്കളെയെല്ലാം ഒറ്റ വെടിക്ക് തീർക്കാമല്ലോ. അങ്ങനെ ചെയ്താൽ പിന്നീട് ചർച്ചയ്ക്കാരും അവശേഷിക്കില്ലെന്നും അതിനാൽ അത് ചെയ്യുന്നില്ല എന്നുമായിരുന്നു ട്രംപിൻ്റെ വാക്കുകൾ. അയത്തുള്ള അലി ഖമനേയി ഇറാൻ്റെ പരമോന്നത നേതാവായിരുന്നു. ഈ വർഷം ഫെബ്രുവരി 28 അർദ്ധരാത്രിയിൽ ഇരുളിൻ്റെ മറവിൽ മിസൈൽ വർഷിച്ച് ഇസ്രയേൽ കൊലപ്പെടുത്തിയ നേതാവാണ്. 4 മാസത്തിനു ശേഷം ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾക്ക് ഇറാൻ ഒരുങ്ങുമ്പോൾ അതിനെയും പരിഹസിക്കുകയാണ് ട്രംപ്. സംസ്കാര ചടങ്ങിനെത്തുന്ന ഇറാൻ പൗരന്മാർ വിലപിക്കുന്നതിനെയും ട്രംപ് പരിഹസിക്കുന്നു. അത് വ്യാജ കണ്ണീറാണെന്നും ആളുകൾ ഖമനേയെ വെറുക്കുന്നുമെന്നൊക്കെയാണ് ട്രംപിൻ്റെ കണ്ടെത്തൽ. ഒരു മനുഷ്യൻ്റെ മരണത്തെയും സംസ്കാര ചടങ്ങിനെയും പരിഹസിക്കാതിരിക്കുക എന്നത് സാമാന്യമായ മനുഷ്യ മര്യാദയാണ്. അതിനി നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായാൽ പോലും സാമാന്യ ബുദ്ധിയുള്ള ആരും അങ്ങനെ ചെയ്യില്ല. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റിന് ഇതൊന്നും ബാധകമല്ല. താൻ എന്തു പറഞ്ഞാൽ എന്താ, തനിക്ക് ആരെ പേടിക്കാനാണ് എന്ന തരത്തിലാണ് ട്രംപിൻ്റെ പ്രതികരണങ്ങൾ. വിടുവായത്തം പറയലും പരിഹാസവും അദ്ദേഹം ഇപ്പോൾ ശീലമാക്കിയിരിക്കുകയാണ്. പക്ഷേ ലോക നേതാക്കളടക്കം അതിനോട് പ്രതികരിക്കാൻ തയ്യാറാകുന്നുമില്ല. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും ആദ്യ പ്രേക്ഷകനായി ചേരുന്നത്. ശ്രീ രാധാകൃഷ്ണൻ, ഒരു അയത്തുള്ള അലി ഖമനയുടെ ഫെബ്രുവരി 28 മരണപ്പെട്ടതാണ്. പല കാരണങ്ങളാൽ സംസ്കാര ചടങ്ങ് നടത്താൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ആ രാജ്യത്തുണ്ടായിരുന്നില്ല. ഒടുവിൽ അവരിപ്പോൾ സംസ്കാര ചടങ്ങ് നടത്താൻ തീരുമാനിച്ചപ്പോൾ അതിനെപ്പോലും പരിഹസിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. എന്തും വിളിച്ചു പറയാം, തന്നോട് ആരും ചോദിക്കാനില്ല എന്നുള്ള ഒരവസ്ഥയിൽ നിൽക്കുകയാണ് അദ്ദേഹം. എന്താണ് താങ്കൾക്ക് ഇതിനോടുള്ള പ്രതികരണം? ശ്രീ കിരൺ, നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ചരിത്രം നോക്കിയാൽ എനിക്കതിന്റെ കൃത്യമായ കണക്ക് 46-47 പ്രസിഡന്റുമാര് ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഏകദേശ കണക്കാണ്, എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പൊ അവരിൽ വെച്ച് നോക്കിയാൽ ചുരുക്കം ചില പ്രസിഡന്റുമാരാണ് മാനുഷിക മുഖമുള്ള നല്ല ഭരണകർത്താക്കളായിട്ട് നമുക്ക് അമേരിക്കയുടെ ചരിത്രം നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എബ്രഹാം ലിങ്കൻ ആയാലും അതിനുശേഷം നമ്മുടെ പുതിയ കാലഘട്ടത്തിലാണെങ്കിൽ എടുത്തു പറയാൻ പറ്റുന്ന വലിയ ജോർജ് ബുഷ് വലിയ പ്രശ്നമില്ലായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഒടുവിൽ ഉള്ളത് നമ്മുടെ ഈ ഒബാമ, അതിനുശേഷം ബൈഡൻ, മാനുഷികമായിട്ട് നല്ല കൃത്യമായിട്ട് ഒരു നല്ല ഭരണവിചക്ഷണന്മാരായിരുന്നു അവരെല്ലാം. അവരുടെയൊക്കെ കാലഘട്ടം നമുക്ക് നോക്കിയാൽ അറിയാം. ഈ ഒബാമയുടെ കാലത്തും അതുപോലെ ബൈഡന്റെ കാലത്തും ഒന്നും വലിയ പ്രശ്നങ്ങൾ അമേരിക്കയെ കൊണ്ട് മറ്റു രാജ്യങ്ങൾക്കുണ്ടായിട്ടില്ല. ഇന്ന് ഞാനൊരു മീഡിയയിൽ ഈ തിരക്കിനിടയ്ക്ക് ഞാൻ ഏത് മീഡിയ ശ്രദ്ധിക്കുന്നില്ല, ഞാൻ മീഡിയയിൽ പറഞ്ഞത് ഈ ഇദ്ദേഹത്തിന്റെ ഖൊമേനിയുടെ വധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് അബദ്ധം പറ്റി എന്നുള്ള രീതിയിലാണ്. ഈ ഖൊമേനിയെ ഇറാനിലെ ജനത ഒന്നടങ്കം വെറുക്കും എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ്, ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു തോന്നൽ ഉണ്ടായി എന്നൊക്കെ ഒരു മീഡിയയിൽ ഉള്ള ചർച്ചയിൽ ഞാൻ കേൾക്കാനിടയായി. അതിന്റെ യാഥാർത്ഥ്യമൊന്നും എനിക്കറിയത്തില്ല. അമേരിക്കയുടെ തമാശയ്ക്ക് ഇപ്പൊ നമ്മൾ അതിന് കുറച്ചുകൂടെ ഈ ഗ്രാമീണമായിട്ട് പറഞ്ഞാൽ ഈ എലികളെ തട്ടിക്കളിക്കുന്ന പൂച്ചയുടെ മനോഭാവമാണ് ഈ അമേരിക്കയുടെ ഈ അഹങ്കാരം. നമ്മൾ 2 ദിവസം മുമ്പ് സംസാരിച്ചിരുന്നു. അമേരിക്കയുടെ ഈ സാമ്രാജ്യത്വം അവർക്ക് മറ്റുള്ളവരുടെ ജീവനിലോ സ്വത്തുക്കളിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ താല്പര്യമോ ഒന്നും തന്നെ അവർക്ക് വിഷയമല്ല. അതിനപ്പുറം ഒരു വാക്കാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സാമ്രാജ്യത്വ ശക്തികൾ. അതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് ഈ അമേരിക്കയാണ്. അവരത് ഖൊമേനിയുടെ അദ്ദേഹത്തിന്റെ മരണത്തിൽ പോലും അവർക്ക് ഇന്നൊരു അതിശയോക്തിയിൽ ഈ വിഷയം ഖൊമേനിയുടെ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് മനുഷ്യജീവന് വിലയുണ്ടോ? എത്രയോ ജനലക്ഷങ്ങളെയാണ് അവർ യുദ്ധങ്ങളിലൂടെ കൊന്നുതള്ളിയത്. അവരുടെ കണ്ടെത്തലെല്ലാം അബദ്ധമായിരുന്നല്ലോ. ഇപ്പൊ ഇറാനെ കുറിച്ച് അവരുടെ തെറ്റിദ്ധാരണ എന്താണ്? മറ്റെന്തൊക്കെയോ ശക്തിയാണ് ഇറാൻ. അങ്ങനെ ആ തെറ്റിദ്ധാരണ ഒന്നും ശരിയല്ല. ഇറാഖ് വ്യക്തമാണ്. നമുക്ക് മറ്റ് പ്രേക്ഷകരിലേക്ക് കൂടെ പോകേണ്ടതുകൊണ്ടാണ്. 47ാമത്തെ പ്രസിഡന്റാണ് അമേരിക്കയുടെ ട്രംപ്. ശരത്ത് ആണ് ബാലരാമപുരം. ശരത്ത്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു രാഷ്ട്രത്തലവനാണ്. സാധാരണ മനുഷ്യർ പോലും, ഇനി നമ്മുടെ
പരിചയത്തിൽ നമ്മുടെ ശത്രുവായിരുന്നൊരു മനുഷ്യനായിക്കോട്ടെ, ആ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അവരുടെ സംസ്കാര ചടങ്ങിനെ ആക്ഷേപിക്കാതിരിക്കുക എന്നുള്ളത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യൻ്റെ പോലും ഒരു അടിസ്ഥാന ഗുണമാണ്. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ പരമോന്നത നേതാവാണ്, അവരുടെ ആത്മീയ നേതാവും ഒക്കെ കൂടിയാണ് അയത്തുള്ള അലി ഖമനേയി. അങ്ങനെ ഒരാളുടെ മരണ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങൾ ഇപ്പോഴും കരഞ്ഞുകൊണ്ട് പോകുന്നത്, വിതുമ്പിക്കൊണ്ട് പോകുന്നതിൻ്റെയൊക്കെ ആ ചടങ്ങുകൾക്ക് ഒരുക്കം തുടങ്ങിയപ്പോൾ തന്നെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. അപ്പോൾ അതിനെല്ലാം പരിഹസിക്കുകയാണ് ട്രംപ്. എനിക്ക് പറയാനുള്ളത്, ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ ഒരു മര്യാദ അവർ പാലിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതൊരു മരണാന്തര ചടങ്ങാണ്. അപ്പം അതിന് ഇടപെടുന്ന ഒരു രീതിയുണ്ട്. ആ രീതി ഇദ്ദേഹം പാലിക്കുന്നില്ല. കാരണം ഇത് പണവും അധികാരവും ഉണ്ടെങ്കിൽ എന്തോ ആവാം എന്നുള്ള ചിന്താഗതിയാണ്. ഹലോ, കേൾക്കാൻ പറഞ്ഞോളൂ. അപ്പോ ഈ ഇത്തരത്തിലുള്ള ഈ ഓരോ രാജ്യങ്ങളുടെ ഇദ്ദേഹം ഭരിക്കുന്ന ഈ രാജ്യത്തിൽ ഇദ്ദേഹത്തിന് അധികാരമുണ്ട് എന്നുള്ള രീതിയിൽ ഇദ്ദേഹം അഹങ്കാരം കാണിക്കുന്നതിന് തുല്യം ഓരോ നാടുകളിലും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ജനങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് രോഗങ്ങളായാലും അസുഖങ്ങളായാലും മറ്റു പ്രളയം, അങ്ങനെ പലതും. ഈ മനുഷ്യന് പണവും അധികാരവും എല്ലാം ഉള്ളപ്പോൾ അദ്ദേഹം അവിടെ യുദ്ധം ചെയ്യുമ്പോൾ മറ്റൊരു രാജ്യത്ത് ഉണ്ടാവുന്ന നാശനഷ്ടങ്ങൾ, അവിടെ എത്ര വീടുകൾ തകർന്നിട്ടുണ്ടായിരിക്കും, എത്ര കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇത് ഇങ്ങനെ ഈ ഒരു യുദ്ധം ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരാൾ മരണപ്പെടുമ്പോൾ എത്ര ശത്രു രാജ്യമാണെങ്കിലും അതിനൊരു മര്യാദ നമ്മൾ കൊടുക്കണം. ഒരു മരണാന്തര ചടങ്ങ് നടക്കുമ്പോൾ അതിനൊരു മര്യാദ കൊടുക്കണം. പക്ഷേ ഇദ്ദേഹം പണവും അധികാരമുണ്ട് എന്നുള്ള സ്വാർത്ഥ താല്പര്യം കൊണ്ട് അദ്ദേഹം എല്ലാം നേടിയെടുത്തു എന്നതിലാണ് പോകുന്നത്. ഇത് വളരെ അപകടത്തിലേക്ക് പോകുന്ന ഒരു യാത്രയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ചന്ദ്രൻ നായർ, ഒരു രാഷ്ട്രത്തലവനാണ് പറയുന്നത് ഒരു സംസ്കാര ചടങ്ങിൽ കൂടുന്നവരെ വേണമെങ്കിൽ ഒറ്റ വെടിക്ക് തീർക്കാം, പിന്നെ അവിടെ ചർച്ചയ്ക്ക് ആരും ഉണ്ടാവില്ലല്ലോ, എന്തായാലും സ്വാഭാവികമായി ആ രാജ്യത്തെ പ്രധാന നേതാക്കളെല്ലാം അതിൽ പങ്കെടുക്കും, അതുകൊണ്ട് അവരെല്ലാം കൂടെ എനിക്ക് വേണമെങ്കിൽ ഈ സമയത്ത് അങ്ങ് തീർക്കാം, പക്ഷേ ചർച്ചയ്ക്ക് ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തതെന്നൊക്കെ പറയുന്നു. ഒരു രാജ്യത്തലവൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ലോകരാജ്യത്തെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം അതിനോട് കാര്യമായ പ്രതികരണം ഉണ്ടാവുന്നുമില്ല. സർ, സംസ്കാരമില്ലാത്ത ഒരു രാജ്യത്തലവൻ, മറ്റ് രാജ്യങ്ങളാണ് ട്രംപിനെ ഇത്രയും വലുതാക്കിയത്. എന്താ വെച്ചാൽ ഒരു സമ്പന്ന രാജ്യം എന്നുള്ള രീതിയിൽ എന്താ വെച്ചാൽ മറ്റ് രാജ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അയാൾ ആ രീതിയിൽ കണ്ടു, അയാൾ കണ്ടമാനം ഉയർന്നു. ഖൊമേനിയുടെ ഈ സംസ്കാര ചടങ്ങിലും അയാളുടേതായിട്ടുള്ള സംസ്കാര ഇല്ലായ്മയാണ് സാർ ആ സംസ്കാര ചടങ്ങിൽ നടത്തിയിരിക്കുന്നത്. ഏതായാലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കാണട്ടെ, അവര് തിരുത്തട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സാർ. ശരി, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ ശക്തമാണ്. ശ്രീ ചന്ദ്രൻ നായരുടെ സംസ്കാരമില്ലാത്ത ഒരു രാഷ്ട്രത്തലവൻ എന്നുള്ള ഒരു പ്രയോഗം പോലും. ശ്രീ ബിനോയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ബിനോയ്, ഈ ഒരു രാഷ്ട്രത്തലവൻ ഒരു കാര്യത്തിലൊക്കെ പ്രതികരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചും വളരെ സൂക്ഷിച്ചുമൊക്കെയാണ്. വെച്ചാൽ രാഷ്ട്രത്തലവൻ്റെ വാക്കുകളുടെ ഓരോ ധ്വനിക്ക് പോലും പല അർത്ഥമുണ്ട്. അങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുന്നത്. അതുകൊണ്ടാണ് പല രാഷ്ട്രത്തലവന്മാരും വളരെ ശ്രദ്ധിച്ച് ആലോചിച്ചൊക്കെ പ്രതികരിക്കുന്നത്. സാധാരണ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ പോലും, ഇനി അവർക്ക് ഉള്ളിൽ ശത്രുതയുണ്ടായാൽ പോലും ഒരു ശത്രു മരിച്ചു കിടക്കുന്ന കാണുമ്പോൾ അല്ലെങ്കിൽ അയാളുടെ സംസ്കാര ചടങ്ങ് കാണുമ്പോൾ അതിനെ പരിഹസിക്കില്ല. അതൊരു സാമാന്യ മര്യാദയാണ്. ആ മര്യാദ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ട്രംപ് പ്രതികരിക്കുന്നത്. നമസ്കാരം കിരണേ. ബിനോയ് പറഞ്ഞു. വളരെ ദുഃഖകരമായ ഒരു പ്രവർത്തനമാണ് ട്രംപിന്റെ കയ്യിൽ നിന്ന് വരുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ലോകത്ത് ഏറ്റവും വാല്യൂ ഉള്ള ഒരാളാണ്. പക്ഷെ ഇപ്പൊ ഒരു കോമാളിയായിട്ടാണ് നമുക്ക് ഈ അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ പറ്റുന്നത്. രണ്ട്, മനുഷ്യത്വം ഇല്ലാത്ത ഒരു ലോകത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾ തന്നെ വീണ്ടും വീണ്ടും എല്ലാ മീഡിയകളും പറയുന്നു, ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് ഇവരെ എല്ലാം കൊല്ലാം, എല്ലാവരെയും ഒന്നിച്ച് കിട്ടിയിരിക്കുന്നു എന്ന്. പക്ഷേ അദ്ദേഹം അമേരിക്കയുടെ ബഹുമാന്യനായ പ്രസിഡന്റ്, കോമാളിയായ പ്രസിഡന്റ് ട്രംപ് കരുതേണ്ടുള്ള കാര്യം, ട്രംപിനെ വേണമെങ്കിലും ആർക്കും എപ്പോഴും എന്തും ചെയ്യാം. പക്ഷെ ലോകത്ത് അമേരിക്കയുടെ പ്രസിഡന്റിന് ഒരു സ്ഥാനം കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മളാരും അങ്ങനെ ഒരു വാക്ക് പറയുകയോ അങ്ങനെ ഒരു പ്രവൃത്തിയിൽ ഒരാൾ പോലും ഏർപ്പെടാതിരിക്കുകയോ ചെയ്യുന്നത്. അതുകൊണ്ട് ട്രംപിന്റെ ആ പ്രസ്താവന അദ്ദേഹം തിരുത്തണം. ലോക നേതാക്കളോടും ലോക പൊതുസമൂഹത്തിനോടും അദ്ദേഹം മാപ്പ് പറയണം. ഞാനിവിടെ നിന്ന് CPM-മാർ പറയുന്നതിനൊക്കെയല്ല, രാജിവെക്കണമെന്നൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ അദ്ദേഹത്തിന് ലോകം തിരിച്ചറിഞ്ഞുകൊണ്ട് ലോകത്തെ എല്ലാ വലിയ നേതാക്കന്മാരും ശക്തമായ പ്രതികരണം അദ്ദേഹത്തിനെ അറിയിക്കണം. പ്രത്യേകിച്ച് നമ്മളുടെ മഹാരാജ്യം, ഇന്ത്യ മഹാരാജ്യം നല്ല നയതന്ത്ര ബന്ധം ഇപ്പോഴും പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പുലർത്തലിന് പോലും, കാരണം നമ്മൾ ഈ പശ്ചിമേഷ്യൻ രാജ്യവുമായിട്ട് നല്ല നയതന്ത്ര ബന്ധമാണുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം
ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് പെട്രോളും ഗ്യാസും നമുക്ക് വേണ്ട ഇന്ധനങ്ങളും ഒക്കെ ആവശ്യം പോലെ തരാം, അതിൽ വിലയല്ല പ്രശ്നമെന്ന്. പക്ഷെ അവിടെയും ഒരു കരടായി വരുന്നത് അമേരിക്കയുടെ പ്രസിഡന്റാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങണമെന്നാണ്. പക്ഷെ ഇന്നത്തെ ഈ വാക്ക് അദ്ദേഹം പറഞ്ഞത് ലോകത്തെ മനുഷ്യനായി ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് നല്ലൊരു പ്രതിഷേധം ഈ ട്രംപിന് നേരെ. ട്രംപിനെ രണ്ടാമതും പ്രസിഡന്റാക്കിയത് അമേരിക്കൻ ജനതയ്ക്ക് പറ്റിയ ഒരു തെറ്റാണെങ്കിലും ഇന്ത്യ മഹാരാജ്യം പോലെ അല്ല, അവർക്ക് തിരിച്ചു വിളിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ വിവരവും വിവേകവും ഇല്ലാത്ത ട്രംപിനെ തിരിച്ചു വിളിക്കണം. ഇന്ത്യ ശക്തമായി ഇതിനെതിരെ പ്രതിഷേധിക്കുക തന്നെ വേണം. നമ്മൾ ബരാക് ഒബാമയും ജോ ബൈഡനെയും ഒക്കെ ഓർത്തു പോയാണ്. ജോർജ് ബുഷാണ് നമ്മൾ കണ്ട ഏറ്റവും വലിയ ക്രൂരൻ ഈ ഇറാഖ് യുദ്ധ സമയത്ത്. പക്ഷെ അതല്ല, അതിനേക്കായി വെറും ക്രൂരനായ ലോകത്തിന്റെ പ്രസിഡന്റ്, അമേരിക്കയുടെ പ്രസിഡന്റ്, അതിലും എത്രയോ വലിയ ക്രൂരൻ ജോർജ് ബുഷുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ട്രംപ് അതിന്റെ 1000 മടങ്ങ് ക്രൂരതയുള്ള മനുഷ്യനായിട്ടാണ് ലോകത്തിന്റെ മുമ്പിൽ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് 80 വയസ്സ് കഴിഞ്ഞ ഒരാളുടെ വായിൽ നിന്നും ഒരിക്കലും വരാൻ പറ്റാത്ത ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഇതിനെതിരെ ഇന്റർനാഷണൽ വ്യാപാരി വ്യവസായ കോൺഗ്രസും ശക്തമായി പ്രതിഷേധിക്കുകയാണ്, പ്രതികരിക്കുകയാണ്. ശ്രീ ദിവാകരനാണ്. ശ്രീ ദിവാകരൻ, താങ്കൾ കേൾക്കാമോ? താങ്കൾ പറഞ്ഞു. ഓൾ ദ ബെസ്റ്റ് ഓൾ ഓഫ് യു ഫോർ എവർ ലാസ്റ്റ്. ഇപ്പൊ സാറേ, സാറ് പറഞ്ഞില്ല ഒരു രാഷ്ട്രത്തലവേ റെസ്പെക്ട് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണ്ടേ. മോർദായം പറഞ്ഞ 64 പളിയൂല്ലേ? ഇതെന്തിനാ സുപ്രീം കോടതി ഐക്യരാഷ്ട്രസഭയെല്ലാം നോക്കുകുത്തിയായിട്ട് ഇരിക്കുന്നത്? നല്ലോണം പണിഷ്മെന്റിന്റെ യൂണിറ്റി സ്ട്രെങ്ത് അല്ലേ? ഇയാള് എത്ര കാലായി ഈ ഒരു അതിക്രമം, അതിന്റെ മുഖം തന്നെ കണ്ടാത്ത ഫേസിസം മിറർ ഓഫ് ദ മൈൻഡ് പറഞ്ഞ പോലെ മുഖം കണ്ടാൽ തന്നെ സാർ ഇപ്പൊ എത്ര നല്ല ഇതിലാ സംസാരിക്കുന്ന ആ റെസ്പെക്ട് ഡിസിപ്ലിൻ കീപ്പ് ചെയ്തിട്ട് തെറ്റ് കണ്ടാളെ നല്ലോണം ശക്തമായിട്ട് ഇതും ചെയ്യുന്നുണ്ട്. അത് നല്ലതല്ല, ക്ലിയർ ആക്കുന്നുണ്ട്. അപ്പോ പിന്നെന്ന് പറഞ്ഞാല് ഇയാള് നന്നാവൂല. ഇയാള് ബിൻലാദന്റെ കഥയാവും. പയ്യ അവസാനം ഗോഡ് സേസ് ദ ട്രൂത്ത് വട്ട് വെച്ച് പറഞ്ഞ പോലെ ദൈവം തന്നെ ഇയാളെ ജയിലിൽ പിടിച്ചുവിട്ടു. ഇയാൾ എന്തൊരു മനസാക്ഷി കുത്ത്. എല്ലാ വൺ റീജൻ വൺ കാസ്റ്റ് വൺ ഗോഡ് ഫോർമൻ എന്ന് പറഞ്ഞ പോലെ എല്ലാ നദികളും കടലിൽ പോകുന്ന എല്ലാവരും രക്തത്തിന്റെ ഒന്നും. നമ്മളൊരു മനുഷ്യൻ ഒറ്റ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് വളരെ വേഗത്തിൽ ചില യൂട്യൂബ് കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ഷിജു കിരിയത്ത്, നമസ്കാരം കിരൺ എന്ന് ചോദിക്കുന്നു. ഷിജു കിരിയത്ത്, ട്രംപ് ഹാവ് നോ റെസ്പെക്ട് ഫോർ എനിബഡി, ഹീസ് ന്യൂ ജെൻ ഹിറ്റ്ലർ, only new gen Stalin can win over him, he is yet to be born എന്ന് പറയുന്നു. എന്തായാലും സ്റ്റാലിനും ഹിറ്റ്ലറും ഒന്നും അല്ല, ലോകത്തെ ജനാധിപത്യം തന്നെയാണ് വിജയിക്കേണ്ടത്. അവിടുത്തെ ആളുകൾ തന്നെയാണ് ഇവരെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയേണ്ടതും. നമസ്കാരം പറയുന്നു സുൽകുമാറും ജയകുമാറും ഒക്കെ പറയുന്നു. കൂടുതലും അവരുടെ തമ്മിലുള്ള സംഭാഷണങ്ങളാണ്. എൻ്റെ ഷർട്ടിൻ്റെ കോളർ കൊള്ളാം എന്നൊക്കെ പറയുന്നു. ഷർട്ടല്ല, കുർത്തയാണ്. മൗനം വിദ്വാന് ഭൂഷണമെന്ന് ഭാരതൻ ട്രംപിന് കാണിച്ചു കൊടുത്തതല്ലേ, അതുകൊണ്ട് ട്രംപിൻ്റെ വാക്കിന് പുല്ലുവില എന്ന് സുൽകുമാർ പറയുന്നു. അയത്തുള്ള അലി ഖമനയുടെ വിലാപയാത്രയിലെ അഭൂതപൂർവമായ ജനക്കൂട്ടം താൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിൽ ജനങ്ങൾക്ക് ഖമനയോട് വെറുപ്പാണെന്ന് താൻ കരുതിയതെന്ന് കൃഷ്ണൻകുട്ടി, എനിക്ക് തോന്നുന്നു അത് സംബന്ധിച്ച് വന്നൊരു വാർത്തയുടെ വിവരങ്ങളാണെന്ന് തോന്നുന്നു അദ്ദേഹം പങ്കുവെക്കുന്നത്. ഇറാനിലെ ജനങ്ങൾക്ക് ഖമനയോട് വെറുപ്പാണെന്ന് താൻ കരുതിയതെന്നും അത് കണ്ട് ഞെട്ടിയെന്നുമൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. റൈറ്റ് നൗ വി റിമെമ്പർ ഗ്രേറ്റ് ബ്രേക്ക് ഒബാമ ആൻഡ് മൻമോഹൻ സിംഗ് ദ ഗ്രേറ്റ് വൺസ് എന്ന് പറയുന്നു. ഇന്ത്യയും ഒബാമയുടെ കാലത്ത് ഇന്ത്യയും മൻമോഹൻ സിംഗുമായിട്ടുണ്ടായിരുന്ന ഊഷ്മളമായ ബന്ധത്തിൻ്റെ ഒക്കെ കൂടി ഓർമ്മയിലായിരിക്കണം അദ്ദേഹം അത് പറയുന്നത്. ഒരു കാര്യം പറയുന്നതിനും ഒരു സ്ഥിരതയില്ല. ഇങ്ങനെയൊക്കെ സംസാരിക്കുക, എന്താണ് ഈ മനുഷ്യനെന്ന് മനസ്സിലാവുന്നില്ല. രഘുനന്ദനൻ തിരുവില്ലാമരം പറയുന്നു. ഷർട്ട് കൊള്ളാം, അടിപൊളി എന്നൊക്കെ ഡൊണാൾഡ് ഡക്ക് പറയുന്നുണ്ട്. എന്തായാലും താങ്ക് യു കൊള്ളാം എന്ന് പറഞ്ഞതിന്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് പോകേണ്ടതുണ്ട്. കണ്ണനാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ കണ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു രാഷ്ട്രത്തലവന് യോജിക്കുന്ന രീതിയിലാണോ ഇങ്ങനെയൊക്കെ വർത്തമാനം പറയുന്നത്? നമസ്തേ സാർ. നമസ്കാരം സാറേ. ഇപ്പം വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ ലോക രാഷ്ട്രങ്ങളിൽ ഈ ഒരു വിലയില്ലാത്ത രീതിയിലുള്ള യുദ്ധങ്ങൾ, അനേകം ജീവനാണ് പൊടിയുന്നത്. നമ്മൾക്കറിയാം ഇപ്പോൾ ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടി എത്ര കോടിക്കണക്കിന് രൂപയാണ് ഇപ്പോൾ ഓരോരുത്തർ നമുക്ക് ഹോസ്പിറ്റലിൽ മുടക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മനുഷ്യത്വമില്ലാത്ത ഒരു രീതിയിലേക്ക് ഡിഫൻസ്, അതായത് ആയുധ കച്ചവടമാണ് സാർ. ഞാൻ നേരത്തെ ഇത് പറയുന്നത് ഉണ്ടായിരുന്നു.
ആയുധങ്ങൾ മാത്രം കച്ചവടം ചെയ്ത് ബിസിനസ്. മനുഷ്യ ജീവന് ഒരു പുല്ല് വിലയാണ്. ഇത് എവിടെയും ഒരു സ്ഥലത്തും ഒരു ജീവനും പൊലിയാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാര് എവിടെ ഒരു പ്രശ്നം ഉണ്ടായാലും നമ്മൾ വേദനയോടെ അത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കാനും അത് നമ്മുടെ അവിടെ ഒരു ആപത്ത് ഒരു ജീവനും പൊടിയരുതെന്നും പറഞ്ഞ് നമ്മുടെ മാലാകമാരായ നേഴ്സുമാരും ഡോക്ടർമാരും ഈ ലോകത്തിന്റെ എമ്പാടുമുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. നമുക്ക് എവിടെ ആയാലും നോക്കാം. പിന്നെ ഈ അമേരിക്കയുടെ ഒരു കടന്നുകയറ്റം, അവര് ഈ എപ്പോഴും ഈ കച്ചവട താല്പര്യമാണ്. അവര് മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലെയും ഈ ബിസിനസ്സുകാർ അവർക്ക് ഒരു ഇതുമില്ല, ദൈവവിശ്വാസവും ഇല്ല. നമ്മൾക്ക് ഇപ്പം ഏതൊരു ജീവനായാലും വിലപ്പെട്ട, അവിടെ ജാതിയോ മതമോ ഈ രാഷ്ട്രമോ ഒന്നുമില്ല. ഈ ഒരു തമ്പുരാന്റെ മക്കളാണ് എല്ലാ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും. ഇതിൽ ഒരിക്കലും ഈ ഒരു യുദ്ധമോ അല്ലെങ്കിൽ ഒരു നല്ല ഒരു ഭരണകർത്താക്കൾക്ക് ഒരിക്കലും യോജിക്കുന്നതല്ല. ഇതിനോട് നമ്മൾ ദയവ് ചെയ്ത് എല്ലാ ഭരണകർത്താക്കളോടും കാല് പിടിച്ച് അപേക്ഷിക്കുന്നു. ഇനിയും നിങ്ങൾ ഒരു ജീവന് പോലും പൊടിക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളും കൂട്ടായ്മയോടെ പ്രവർത്തിക്കണമെന്ന്. നിങ്ങൾ ഡിഫൻസിലേക്ക് പോകും അല്ല. അഭിപ്രായം വ്യക്തമാണ്. ശ്രീ പ്രദീപാണ് ന്യൂയോർക്കിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ പ്രദീപ്, ലോകത്തെ ഏറ്റവും കരുത്തുറ്റ രാജ്യം എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്, അതിശക്തമായ രാജ്യം. പക്ഷേ ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഒരു സാധാരണ മനുഷ്യൻ്റെ സാമാന്യ യുക്തിയോ അന്തസ്സോ പോലും ഇല്ലാത്ത തരത്തിലുള്ള തരം താഴ്ന്ന പ്രതികരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം കിരൺ. നമസ്കാരം കിരൺ, അതാണ് ട്രംപ്. അതാണ്. നമ്മൾ കേരളത്തില് എത്രയോ നേർന്ന വിഷയമുണ്ട്. ആ സമയത്ത് ഈ ഒരു വിഷയം എന്തുമാത്രം ഗുണം ചെയ്യുന്ന എനിക്കറിയത്തില്ല. ഈ ഒരു വിഷയത്തിനേക്കാളും 1000 മടങ്ങ് പ്രാധാന്യമുള്ള എത്രയോ വിഷയങ്ങൾ നമ്മുടെ നാട്ടിന് ഗുണകരമായ രീതിയിലുണ്ട്. ട്രംപ് ഇത് ഇന്ന് തുടങ്ങിയല്ലോ. ട്രംപ് ഒരു 1000 തവണ ഇന്ത്യക്കെതിരെ, ഓരോ രാജ്യങ്ങൾക്കെതിരെ അത് പറയും. ഈസ് ട്രംപ് ഡൂയിങ് ബിസിനസ്. അയാൾ ഒന്ന് ചെയ്യണത് അയാളുടെ ഇപ്പം തന്നെ അയാളുടെ വാല്യൂ കണ്ടില്ലയോ? പിന്നെ അതേപോലെ ഇത് ഞാനിന്ന് സംസാരിക്കണം ചോദിച്ചാണ്, നമ്മുടെ ബിനോയ് കൊല്ലോ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. പുള്ളി നിരന്തരം വന്ന് കിടന്ന് കരയുക, അങ്ങ് ട്രംപിനെ നമ്മൾ ബഹിഷ്കരിക്കണം, അമേരിക്കയെ ബഹിഷ്കരിക്കണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം ഏതോ ഒരു കച്ചവടം അമേരിക്കയുമായി ചെയ്യുന്നു. പിന്നെ ഇന്നെന്തോ അയാള് കോൺഗ്രസിന്റെ രീതിയിൽ എന്തോ ബഹിഷ്കരിച്ചെന്നെന്തോ. താങ്കൾ അമേരിക്കയുമായി കച്ചവടം നടത്താൻ പറ്റിയ അത്ര വലിയ ബിസിനസ്സുകാരനൊന്നും അല്ല ഈ ബിനോയ്. അത്രയും അറിയില്ല. ഞാൻ പുള്ളി പറഞ്ഞതനുസരിച്ച് എനിക്ക് അറിയാവുന്നത് പുള്ളി അവിടെ എന്തോ ചെറിയ ബിസിനസ് ഒക്കെ നടക്കുന്ന കച്ചവടക്കാരനല്ല. അത് അമേരിക്കയുമായി ബിസിനസ് നടത്താൻ പറ്റിയ എന്നാലും കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ആളൊന്നും അല്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങളെ അങ്ങനെയൊക്കെ തങ്ങൾ അമേരിക്കയുമായി കച്ചവടം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് അത്ര ഇതാക്കണ്ട. അല്ല, വ്യക്തിപരമായിട്ട് ഞാൻ എപ്പോഴും ഒരിക്കൽ സംസാരിച്ച സമയത്ത് ഈ നമ്മുടെ താരിഫ് വന്ന സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അയാൾ കാരണം ഈ ബിനോയ് നടത്തിയ ഏതോ ബിസിനസ്സിലൊക്കെ ഒത്തിരി ലോസ് ഉണ്ട്. അല്ല, അത് അമേരിക്ക ഈ യുദ്ധം കാരണം കേരളത്തിലെ വഴിയരികിൽ നിന്ന് ചായ കച്ചവടം ചെയ്യുന്നവന് വരെ ബുദ്ധിമുട്ടുണ്ടായില്ലേ? സാധാരണക്കാരായ വീടുകളിലെ ചെലവ് കൂടിയില്ലേ? അമേരിക്കയിലെ ട്രംപ് കാണിക്കുന്ന വൃത്തികേടുകളുടെ ഒക്കെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും സാധാരണക്കാരായ കേരളത്തിലെ ജനങ്ങളടക്കമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ട്രംപിന്റെ വിഷയം ചർച്ച ചെയ്യേണ്ട, അതിനേക്കാൾ മെച്ചപ്പെട്ട വിഷയം എന്നൊക്കെ പറഞ്ഞാൽ ട്രംപ് കാണിക്കുന്ന എല്ലാവിധ കൊള്ളരുതായ്മകളുടെയും ഫലം അനുഭവിക്കേണ്ടി വരുന്നത് അമേരിക്കയിൽ ജീവിക്കുന്നവർ മാത്രമല്ല, ലോകത്തെ എല്ലാ രാജ്യങ്ങളുമാണ്. അതുകൊണ്ട് നമുക്കത് ചർച്ചയായിരിക്കാൻ കഴിയില്ല. ശ്രീ പ്രദീപ്, മിസ്റ്റർ കിരൺ, ഇത് ലൂസ് ഓഫ് ടോക്ക് എന്ന് പറയുമ്പോൾ ട്രംപ് ആണെന്ന്. ഞങ്ങൾ ഇനിയിപ്പോ അമേരിക്കയിലുള്ള ഇന്ത്യൻസ് പോലും അടുത്ത് ഇദ്ദേഹത്തിന് ഈ പറയണ ഡെമോക്രാറ്റിനോ റിപ്പബ്ലിക്കിന് ചെയ്യണമോ എന്ന് ഞങ്ങൾ 1000 തവണ ആലോചിക്കും. ഞങ്ങൾ മീൻ ഓട്ടോവശം ഉള്ളവർ, നിങ്ങൾ ഇന്ത്യൻ ആൾക്കാരോട് ചോദിച്ചു നോക്കൂ. പക്ഷേ ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടല്ലേ ട്രംപ് ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ടല്ലേ അമേരിക്കക്കാർ? അപ്പോൾ അമേരിക്കക്കാർ ഒരു സാമാന്യ ബുദ്ധി പോലും ആ സമയത്ത് പ്രയോഗിച്ചിട്ടില്ല എന്നുകൂടി പറയേണ്ടി വരില്ലേ ഈ ട്രംപിനെ തെരഞ്ഞെടുക്കുമ്പോൾ? ഇന്ത്യയിലെ പോലെ ഉള്ള തെരഞ്ഞെടുപ്പല്ല, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പൊക്കെ അല്ലേ? അതെ, നമുക്ക് എല്ലാവർക്കും നമ്മള് ഒരു ഇന്ത്യൻസിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞ, പൊതുവെ എല്ലാവർക്കും ഞാൻ പറയല്ലോ, ബേസിക്കലി അമേരിക്കൻസിനായിട്ടുള്ളത് ട്രംപ് വളരെ ഫേവറാണ് ഇപ്പോഴും. എനിക്ക് അതാണ് ഞാൻ ചോദിച്ചത്, ഈ സമ്പന്നന്മാരെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ഒരു ശീലം, അല്ലെ അവരോട് ഒട്ടി നിൽക്കുക, അവരോട് വിധേയപ്പെട്ട് നിൽക്കുന്ന ഒരു ശീലം ഉണ്ടോ ഈ അമേരിക്കൻ പൗരന്മാർക്ക്? അമേരിക്കൻ പൗരൻസ് ഓൾവേസ് അങ്ങനെ ആയിരിക്കാം മിസ്റ്റർ കിരൺ. ഞാൻ പറഞ്ഞത് അടുത്ത തവണ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ഇന്ത്യൻ കമ്മ്യൂണിറ്റി മാത്രം വിചാരിച്ചാൽ അവിടെ പ്രസിഡന്റ് മാറ്റാനൊന്നും കഴിയില്ല. ഇല്ല, നമ്മുടെ ഒരു ചായ്വ് മാറിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. എനിവേ, ഞാൻ പറഞ്ഞത് ഇതിൽ ഞാൻ പറയട്ടെ, അപ്പൊ ഇദ്ദേഹം പറഞ്ഞിരുന്നു മുന്നേ ഇദ്ദേഹത്തിന്റെ ബിസിനസ് ഒക്കെ ഉണ്ടെന്ന്. അപ്പോ ഞാൻ പറഞ്ഞ എന്റെ പൊന്ന് ബിനോയ് ചേട്ടാ,
താങ്കൾ കിടന്ന് നിരന്തരം കരയാതെ താങ്കൾ അവരെ ബഹിഷ്കരിക്കണം. താങ്കൾ കച്ചവടം മതിയാക്കണം. അതേപോലെ നമ്മുടെ വി ഡി സതീശൻ സാറിനോട് പറയണം അമേരിക്കയുടെ എല്ലാ പ്രോഡക്റ്റും ഇന്ത്യയിൽ. പ്രദീപ, ഇതൊക്കെ പറയേണ്ടത് വി ഡി സതീശനോടും ബിനോയോടും ഒന്നും അല്ല. ഇതൊക്കെ പറയേണ്ടത് ഇന്ത്യയെ പോലെ ഒരു രാജ്യമുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ രാഷ്ട്രത്തലവൻ ഒരു രാഷ്ട്രത്തലവൻ അമേരിക്കൻ പ്രസിഡന്റ് വിവരക്കേട് വിളിച്ചു പറയുമ്പോൾ നമുക്ക് പറയാനുള്ള ആർജവം ഉണ്ടാവണം. നിങ്ങൾ വിളിച്ചു പറയുന്നത് വിവരക്കേടാണ്, ഇത്തരം വിവരക്കേടുമായി വിളിച്ചു പറയരുത് എന്ന ആർജവത്തോടു കൂടി ലോകത്തെ 2 or 3 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ പറഞ്ഞാൽ നാളെ ഇത് ട്രംപ് പറയാൻ ട്രംപിന്റെ നാവ് അതിന് പൊങ്ങില്ല. അപ്പോൾ 10 വട്ടം അയാൾ ആലോചിക്കും. പക്ഷെ അതിന് ലോകരാജ്യങ്ങൾ പലരും തയ്യാറാവുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് ആർഗ്യൂ വേണ്ടി ഞാൻ ബേസിക്കലി ഞാൻ പറയാം, ട്രംപ് ഈസ് സ്റ്റുപ്പിഡ് ആണ്. ട്രംപ് ചെയ്യണത് തെന്നതിനാണെന്ന് വെച്ചോളൂ. ഐ എം സോ സോറി യൂസിങ് ദ വേർഡ്. ട്രംപ് ചെയ്യണത് മോശമാണെന്ന് വെച്ചോളൂ. പക്ഷേ നോക്കൂ, നമുക്കെതിരെ താരിഫ് ഇട്ടിട്ട് നമുക്ക് മിണ്ടല്ല. ബിക്കോസ് വി ആർ നമ്മളാണ് അവരോട് ഏറ്റവും അധികം ബിസിനസ് ചെയ്യണത്. നമ്മുടെ എക്കണോമി തകർന്നു പോകും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇതിലൊന്നും പിടിച്ച് വല്ലവന്മാര് പരസ്പരം പറയുന്നതിന് ഞങ്ങൾ എന്തിനാ ഏറ്റുപിടിക്കാൻ നിൽക്കണേ? വി ഹാവ് ലോട്ട്സ് ഓഫ് തിങ്സ് ടു ഡു. ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രദീപ, അത് തന്നെയാണ് പ്രശ്നം. ലോകത്തിന് മുന്നിൽ ഇന്ത്യൻ ശബ്ദത്തിന്, ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് പോലും ഇന്ത്യയുടെ ശബ്ദത്തിന് വലിയ വിലയുണ്ടായിരുന്നു. നെഹ്റുവിനെ പോലെ ഒരാൾ പ്രധാനമന്ത്രിയായിരുന്ന രാജ്യമാണ്. ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെയും ആ ശബ്ദം എന്താണ് അഭിപ്രായം എന്ന് കേട്ടിരുന്ന രാജ്യമായിരുന്നു. അവിടെയൊക്കെ നമുക്ക് ഞങ്ങളൊരു വന്നതേ ഉള്ളൂ, ഞങ്ങൾ പിച്ച വെച്ചതേ ഉള്ളൂ, ഞങ്ങളൊന്ന് രക്ഷപ്പെട്ടോട്ടെ, അതിനുശേഷം അഭിപ്രായം പറയാമെന്ന് പറഞ്ഞ് മാറിയിരിക്കുന്ന രാജ്യമല്ല. ഒരു ചേരിയിലും ചേരാതെ നിന്ന് ചേരിചേരാ നയം സ്വീകരിച്ചുകൊണ്ട് ലോകത്തിന്റെ സുപ്രധാന വിഷയങ്ങളൊക്കെ അഭിപ്രായം പറയാനുള്ള ആർജവം, അത് ഇന്ത്യയുടെ ഒരു രീതി അങ്ങനെയാണ്. അത് പലപ്പോഴും ഇല്ലാതെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായ ആളുകൾ വിമർശിക്കും. അതിന് പലപ്പോഴും ഭരണാധികാരികൾക്ക് പല പല കാരണങ്ങൾ കാണുമായിരിക്കും. പക്ഷെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ അങ്ങനെ വിമർശനം കേൾക്കാൻ അവർ ബാധ്യസ്ഥരുമാണ്. അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ വിമർശിക്കൂ. പക്ഷെ ഞാൻ പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യം ഇന്ത്യയുടെ കാര്യമുണ്ട്. അവിടെയാണ് ശ്രീ പ്രദീപ്, ഞാനും പ്രദീപും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അവിടെയാണ്. സാധാരണക്കാരായ ഇന്ത്യക്കാരുടെ മനുഷ്യർക്ക് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് ഒരു ആർജവും അഭിമാനവും ഒക്കെ ഉണ്ട്. ഇന്ത്യ അത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെടുമെന്ന് പ്രതീക്ഷിക്കും. അത് എല്ലായ്പ്പോഴും ആ പ്രതീക്ഷയ്ക്കൊത്ത് ഭരണാധികാരികൾ പ്രവർത്തിക്കണമെന്നില്ല. അതിന് നമ്മളതിനെ ന്യായീകരിക്കേണ്ടത്. അപ്പോൾ വിമർശനം അവർ കേൾക്കേണ്ടി വരും, സ്വാഭാവികമാണ്. ഞാൻ ന്യായീകരിക്കണല്ല. ഞാൻ പറഞ്ഞ ബിനോയ് ചേട്ടനോടും കൃഷ്ണൻകുട്ടി ചേട്ടനോടും പറഞ്ഞ നിങ്ങൾ വിപ്ലവം അമേരിക്കക്കെതിരെ കേരളത്തിൽ ബിനോയും കൃഷ്ണൻകുട്ടിയും ഒന്നും അല്ലല്ലോ ശ്രീ പ്രദീപ്. താങ്കളുടെ അഭിപ്രായം പറയൂ. താങ്കൾ ഈ ബിനോയും കൃഷ്ണൻകുട്ടിയൊക്കെ വിട്ടിട്ട് ഇതിനൊക്കെ പറയാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ ഇതൊക്കെ താല്പര്യമല്ല, ഇതിനൊക്കെ പറയാൻ അധികാരമുള്ള ആളുകൾ ഇന്ത്യയിലുണ്ടല്ലോ. അവരോടൊന്നും പേരൊന്നും താങ്കൾക്ക് പറയാൻ അത് താങ്കൾക്ക് ഭയമാണ്. എന്നിട്ട് ബിനോയെയും കൃഷ്ണൻകുട്ടിയൊക്കെ എന്തിനാണ് പിടിക്കുന്നത്? അല്ല, അവര് നമ്മൾ നേതാക്കന്മാർ മോദിയെ പറഞ്ഞതിന് പകരം ഞാൻ പറഞ്ഞ സതീശൻ സാറിനോട് പറയൂ, നമുക്ക് അമേരിക്ക കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണോ പിന്നെ അമേരിക്കൻ പ്രസിഡന്റിനെതിരെ പ്രതികരിക്കേണ്ടത്? അല്ല, ഞാൻ നമ്മുടെ ചെറുതിലെ തുടങ്ങാനേ. ചെറുതിലെ തുടങ്ങുന്ന എന്തിനാണ്? താങ്കളുടെ ഒറ്റ പ്രശ്നം ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഈ അമേരിക്കൻ പൗരന്മാരുടെ പ്രശ്നം പോലെ തന്നെയാണ് താങ്കളുടെ പ്രശ്നം. ഈ സമ്പന്നന്മാരോട് ശക്തന്മാരോട് ഒരു വിധേയത്വം. അവിടെ വരുമ്പോൾ നമ്മൾ കവാത്ത് പറഞ്ഞ് അതിന് വിധേയമായി നിന്ന് സംസാരിക്കുക. അതാണ് പ്രശ്നം. ദുർബലന്മാരുടെ തലയിൽ ചാടിക്കയറുക. ട്രംപ് ഇത് തന്നെയാണ് ചെയ്യുന്നത്. റഷ്യക്കെതിരെ യുദ്ധത്തിന് ട്രംപ് പോവോ? ചൈനക്കെതിരെ യുദ്ധത്തിന് ട്രംപ് പോവോ? ഇല്ല. ട്രംപ് പോകുന്നത് ഇറാനെതിരെ. ഇപ്പോൾ ഒരു റഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് മരിച്ചാൽ, ചൈനയിലെ ഒരു നേതാവ് മരിച്ചാൽ ട്രംപിന്റെ നാവ് ഉയരുമോ ഇങ്ങനെ വർത്തമാനം പറയാൻ? ഉയരില്ല. കാരണം എന്താണ്? അവർ ശക്തരാണ്. ഇറാൻ പാവപ്പെട്ട രാജ്യം, ദരിദ്ര രാജ്യം, 3ാം ലോക രാജ്യം. അതുകൊണ്ട് അവർക്ക് നേരെ എന്തും വിളിച്ചു പറയാം. അതിന് ആ ട്രംപ് അങ്ങനെയാണ്, ബിസിനസ്സുകാരനാണ്, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, നിങ്ങൾ വേറെ വിഷയം ചർച്ച ചെയ്യുന്നൊക്കെ അപ്പം പറയും. ഇതാണ് വിധേയത്വം എന്ന് പറയുന്നത്. ഈ സമ്പന്നന്മാരോടും ശക്തന്മാരോടും ഉള്ള ഒരു വിധേയത്വം അല്ലെങ്കിൽ അടിമ മനോഭാവം എന്നൊക്കെ പറയും. ഇത് വിധേയത്വം അല്ല മിസ്റ്റർ കിരൺ, എന്റെ പൊന്ന് കിരൺ. ഞാൻ പറയുന്നത് നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് അമേരിക്കയെ എതിർക്കുക, ഇതെല്ലാം ശരി തന്നെ. പക്ഷേ കേരളത്തിൽ ഇന്ന് ഇപ്പൊ ഈ ട്രംപ് ഒരു വിടുവായത്തനം പറഞ്ഞു, അല്ലെങ്കിൽ അയാൾ അതാണ്. ട്രംപ് അവര് ഇറാനെ കുറിച്ച് പറഞ്ഞത് ഇന്ത്യയെ ഏതിനെയാണ് ബാധിക്കുന്നത്? ഇന്ത്യയിൽ എന്ത് നോക്കൂ, ന്യൂസ് 18 അമേരിക്കയുടെ ഭാഗമാണ് അല്ലേ? ഈ ന്യൂസ് 18 അമേരിക്കൻ ചാനലിന്റെ ഭാഗമല്ലേ? ന്യൂസ് 18 അമേരിക്കൻ ചാനലിന്റെ ഭാഗമൊന്നുമല്ല. ഏതോ താങ്കൾക്ക് ന്യൂസ് 18 ഇന്ത്യൻ ചാനലാണ്. ഇന്ത്യയിലെ എല്ലാ താങ്കൾ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്? ഞങ്ങൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ന്യൂസ് 18 ഉടമസ്ഥാവകാശം. തൽക്കാലം എനിക്കത് വിശദീകരിക്കാനൊന്നും ഞാൻ കുതിരുന്നില്ല. ന്യൂസ് 18 എന്തായാലും ഇന്ത്യൻ ചാനലാണ്. ഇന്ത്യൻ ചാനലുകൾ പ്രവർത്തിക്കുന്നതൊക്കെ ഇന്ത്യൻ ചാനലുകളുണ്ട്. എല്ലാ പത്രങ്ങളും ചാനലുകളും ഒക്കെ ഇന്ത്യൻ തന്നെയാണ്. തൽക്കാലം ആ ചർച്ചയ്ക്കും ഞാൻ എന്തായാലും ഇല്ല. ശരി പ്രദീപ്. ആവശ്യമില്ലാത്ത കാര്യം ട്രംപ് പറയോ പറയാതിരിക്കോ ചെയ്യട്ടെ. അല്ല, ട്രംപ് പറയോ പറയാതിരിക്കോ ചെയ്യട്ടെ. അതിന് അഭിപ്രായമുള്ള ആളുകൾ അതിനെ വിമർശിക്കും. അപ്പോൾ ആ അഭിപ്രായത്തെ കേൾക്കാനുള്ള, അതിനെ ന്യായീകരിക്കാൻ നിൽക്കുമ്പോൾ അതിനെ കേൾക്കാനുള്ള മനസ്സുകൂടി വേണം. ശരി, ഓക്കെ. ശ്രീ മോഹനാണ്, ചോറ്റാനിക്കരയിൽ നിന്നാണ്. ശ്രീ മോഹനൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. ഈ ലോകരാഷ്ട്രങ്ങൾക്കിടയിലെ കാര്യം ഇപ്പോൾ ഏറ്റവും സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും ഏറ്റവും ഉന്നതമായ രാജ്യമാണ് അമേരിക്ക. പക്ഷേ അങ്ങയുടെ ഈ സംസ്ഥാനങ്ങൾ സാധാരണ ഒരു
ജനങ്ങളെ പോലും വല്ലാത്ത ലെവലിൽ അസ്വസ്ഥനാക്കുന്നുണ്ട്. മനുഷ്യകുലത്തെ നശിപ്പിക്കാനുള്ള ഒരു ചിന്താഗതിയാണ് അയാൾ കാണുന്നത്. ഈ യുദ്ധം മാത്രം മനുഷ്യകുലത്തെ മാത്രം നശിപ്പിക്കാൻ മാത്രമുള്ള ഒരു തീഷ്ണമായ ഒരു സംസാരമാണ് അയാളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇയാളുടെ ഈ പെരുമാറ്റത്തിന് ലോകരാഷ്ട്രങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കാതെ ശക്തമായി പ്രതികരിക്കണം എന്നുള്ളതാണ് സാധാരണക്കാരായ ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ശരി, ശ്രീദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീദാസൻ, ഒരു സാമാന്യ മര്യാദ ഒരു സംസ്കാര ചടങ്ങിനോട് എല്ലാ മനുഷ്യരും പുലർത്തും. അത് പുലർത്താൻ പോലും കഴിയാത്ത ഒരാളായി മാറുകയാണോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്? അയാള് ഞാൻ പറഞ്ഞില്ലേ, ഒരു മനോരോഗിനെ പോലെ. ഇത് വേറൊരു കാര്യമുണ്ട് കിരൺ ബാബു, നമ്മളെ കേരളത്തെ പൊതുസമൂഹം ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആഗോള തലത്തില് ഇപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോ ഏതെങ്കിലും ഒരു രാജ്യം ശക്തമായിട്ട് ഇറാന്റെ ഭാഗത്ത് നിന്നു? ഇവരൊക്കെ ഒന്നാന്ന്, ഇവരൊക്കെ ഈ ഉള്ളിലേക്കൂടി എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ട്രംപിന് ഒറ്റക്കുള്ള കളിയല്ല. ഇപ്പൊ നമ്മൾ പുറത്താരും പറയുന്നത് അങ്ങനെ ട്രംപിനെ യഥാർത്ഥത്തിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന പല രാജ്യങ്ങളും, ആ രാജ്യങ്ങൾക്ക് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യവും സാമ്പത്തിക ശക്തിയാണ്, ലോകത്തെ നിയന്ത്രിക്കുന്ന രാജ്യമാണ് എന്നുള്ളതുകൊണ്ട് അമേരിക്കയോട് നേരിട്ട് അവരെ പിണക്കുന്നത് ബുദ്ധിപരമല്ല എന്നുള്ള ഒരു തന്ത്രപരമായ നിലപാട് സ്വീകരിക്കുന്നതിനപ്പുറം എനിക്ക് തോന്നുന്നില്ല ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളോ രാഷ്ട്രത്തലവന്മാരോ ഒന്നും ട്രംപിൻ്റെ ഇതിനെല്ലാം, ആകെ നെതന്യാഹു അല്ലാതെ മറ്റ് രാഷ്ട്രത്തലവന്മാരൊക്കെ ഒരടുപ്പം കാണിക്കുന്നതിനപ്പോൾ ഇപ്പോൾ ഈവൻ ഇന്ത്യ പോലും ട്രംപിൻ്റെ ഇതിനോടൊന്നും യോജിപ്പുണ്ടായിട്ടല്ല. പക്ഷേ നമ്മളൊരു എല്ലാ രാജ്യങ്ങളും ഇനി ആവശ്യമില്ലാത്തൊരു പ്രശ്നത്തിൽ പോയി തലയിടണ്ടല്ലോ എന്ന് കരുതി മാറി നിൽക്കുകയാണ് പല രാജ്യങ്ങളും. അതുകൊണ്ട് ട്രംപിനെ എല്ലാവരും അനുകൂലിക്കുന്നതെന്ന് കരുതരുത്. കാര്യമാണ്. കാരണം ഇയാളൊരു മനോരോഗിയെ പോയി ആകുമ്പോ അയാൾ അങ്ങനത്തെ, പക്ഷെ വേറെ കാര്യം ചൈനയോ റഷ്യയോ ഏതെങ്കിലും ഒരു അവസരത്തിൽ പോലും ശക്തമായിട്ട് ഒരു മുന്നറിയിപ്പ് ട്രംപിന് നൽകാൻ തയ്യാറായില്ലല്ലോ. ഇപ്പോ ഇവിടെ കുറെ കാലങ്ങളായിട്ട് ഇസ്രായേലും അമേരിക്കയും കൂടിയിട്ട് ഈ പലസ്തീനായിട്ടും ഗാസയിലും ആരുടെ ഒക്കെ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് ഒരൊറ്റ രാജ്യം പോലും ശക്തമായിട്ട് ഒരു എതിർപ്പ് അങ്ങോട്ട് പറഞ്ഞില്ലല്ലോ, ഒരു വാക്ക് പോലും പറയാൻ വേണ്ടി പറഞ്ഞു വന്നതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു പ്രതിരോധം നിലനിർത്താനൊന്നും റഷ്യ ആയാലും ചൈന ആയാലും തയ്യാറായി. നമ്മളെ കുറച്ച് രാജ്യങ്ങള് ഒരു പ്രത്യേക ഒരു ബ്ലോക്കായി നിന്നുകൊണ്ട് ശക്തമായിട്ട് ഇയാൾക്ക് താക്കീത് കൊടുക്കേണ്ട കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ നമ്മുടെ പ്രദീപ് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ആള്, ഇപ്പൊ ന്യൂയോർക്കിൽ നിന്ന് വിളിച്ചത് ഈ പ്രദീപ് അനാവശ്യമായിട്ട് നമ്മൾ ഓരോരുത്തർ അഭിപ്രായം പറയുമ്പോൾ ആ വ്യക്തി ഓരോരുത്തരുടെ അഭിപ്രായത്തിന് കണ്ണിക്കണ്ട കാര്യം പ്രദീപിനില്ല. പ്രദീപിനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളാണ്, അയാൾ വളരെ കാര്യമായിട്ട് കാര്യങ്ങൾ പറയുന്ന ആളാണ്. പക്ഷേ ഇപ്പൊ വിനോദിനെ പറ്റിയും കൃഷ്ണൻകുട്ടിയെ പറ്റിയും പറയേണ്ട ഒരു കാര്യം പ്രദീപില്ല, അതുകൂടെ പറയട്ടെ. പ്രദീപിന് പ്രധാന നേതാക്കളെ അങ്ങനെയൊന്നും പറയാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പ്രദീപിന് പറയാൻ പറ്റുന്നത് അദ്ദേഹം പറയുന്നത് ട്രംപിനെടുക്കലേ നിൽക്കുന്നത്. അപ്പൊ പിന്നെ പ്രദീപിന് അപ്പുറം പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ശരി, ശരി, ഓക്കെ. ശ്രീ ഗോപകുമാറാണ് ചെറുപ്പുളശ്ശേരിയിൽ നിന്ന്. ശ്രീ ഗോപകുമാർ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഒരു ആരോ ആയിക്കോട്ടെ, പ്രത്യേകിച്ച് അങ്ങനെ ആരോ എന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല അയത്തുള്ള അലി ഖമനേയി. ആ രാജ്യത്തെ സംബന്ധിച്ച് ഖമനേയി അവരുടെ ആത്മീയ നേതാവും പരമോന്നത നേതാവും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഒരു സംസ്കാര ചടങ്ങിന് നേരെയാണ് ഇത്തരം തരം താഴ്ന്ന പരാമർശം. നമസ്കാരമുണ്ട്. എന്താ ഇപ്പൊ ഈ കാര്യത്തിനെ സംസാരിക്കുന്നതിനെക്കാട്ടിലും എത്രയോ നിങ്ങൾ കേരളത്തിന് ഗുണമുള്ള ഏതെങ്കിലും നമുക്ക് സംസാരിക്കുന്നു. അപ്പൊ എന്റെ സംശയം ശ്രീ ഗോപകുമാർ, അല്ലല്ല ഗോപകുമാർ, ഒരു ചെറിയ സംശയം. ഈ ട്രംപിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? തീർച്ചയായിട്ടും. ഒരു ചെറിയ സംശയം ഞാൻ ചോദിച്ചോട്ടെ, പെട്രോളിന്റെ വില ഇപ്പൊ എത്രയാണ്? ഗ്യാസിന്റെ വില ഇപ്പൊ എത്രയാണ്? 4 മാസം മുമ്പ് ഈ ഗ്യാസിനും പെട്രോളിനും എന്താണ് വില ഉണ്ടായിരുന്നത്? ഇന്ത്യ എന്തെങ്കിലും പെട്രോളിനും ഗ്യാസിനും വില കൂട്ടേണ്ട സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? അല്ല, ഇതിന്റെ പറഞ്ഞിവിടെ എഴുതി കാണിക്കുന്നത് യുദ്ധത്തിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളല്ലല്ലോ. അല്ല, ഞാൻ ചോദിച്ചതാണ് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ പെട്രോളിനും ഡീസലിനും ഗ്യാസിനും വില കൂട്ടേണ്ടി വന്നത്? ഇന്ത്യ സർക്കാർ പെട്ടെന്ന് ഒരു ദിവസം എന്നാ കൂട്ടിയാക്കാമെന്ന് പറഞ്ഞ് കൂട്ടിയല്ലോ. എന്തുകൊണ്ടാണ് കൂട്ടേണ്ടി വന്നത്? യുദ്ധം കാരണം കൊണ്ട് തന്നെ. ആ യുദ്ധം ഉണ്ടാക്കിയതിൽ പ്രധാനപ്പെട്ട ആളാരാ? ശ്രീ ഗോപകുമാർ, കേൾക്കാമോ? ചടങ്ങിനെ നേരെ പരിഹാസമായി പറഞ്ഞതിനെ സംബന്ധിച്ചിട്ടല്ലേ ഓപ്ഷൻ. അത് തന്നെയാണ് പറഞ്ഞത്. അതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിന് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ട്രംപ് എടുക്കുന്ന നിലപാടുകളും. ട്രംപ് എടുക്കുന്ന നിലപാടുകൾ ഈ മരണാനന്തര ക്രിയകളെ സംബന്ധിച്ചുള്ള കാര്യമല്ലേ സംസാരിക്കുന്നത്? അല്ല, അത് ഇറാനുമായിട്ടുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയമല്ലേ? ഒരു രാജ്യമായി സമാധാന ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ രാജ്യത്തെ വീണ്ടും പ്രകോപിപ്പിക്കുന്ന അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചാൽ വീണ്ടും യുദ്ധം നീളും. യുദ്ധം നീണ്ടു കഴിഞ്ഞാൽ അത് അനുഭവിക്കേണ്ടി വരുന്നത് ഞാനും ഗോപകുമാറും ഒക്കെ തന്നെയാണ്. കിരൺ ബാബുജി സംസാരിക്കാൻ സമ്മതിക്കില്ല. താങ്കൾ തന്നെ ഞാൻ സംസാരിക്കാൻ സമ്മതിക്കാത്തല്ലോ, താങ്കൾ പറഞ്ഞോളൂ.
അല്ല ഇത്ര നേരം സംസാരിച്ച് പ്രദീപ് പറഞ്ഞപ്പോഴും അതുമാതിരി മറ്റുള്ളവരൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്ഥിരം ചാനലിന്റെ അല്ല, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. താങ്കൾ പറഞ്ഞ ചോദ്യത്തിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എത്രയോ പ്രാധാന്യമുള്ള വിഷയമുണ്ട് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനേക്കാൾ പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ് ട്രംപിന്റെ നിലപാടുകളെന്ന്. അതെ, ആയിക്കോട്ടെ. ഞാൻ മോദി വിധേയത്വം കാണിക്കുന്നത് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? മോദി വിധേയത്വം കാണിക്കുന്നതിന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? എത്ര രാജ്യങ്ങളുണ്ട്? ഇസ്രയേല്, റഷ്യ, ചൈന, ബ്രിട്ടൻ, ഏതെങ്കിലും രാജ്യങ്ങൾ ഇതിനെപ്പറ്റി എതിരെ സംസാരിച്ചിട്ടുണ്ടോ? ഒരു രാജ്യം സംസാരിച്ചിട്ടില്ല. മോദി மட்டுം പറയണം, മോദി മാത്രം പറയണം, മോദി പറയണം. ഇന്ത്യയിലെ മെയിൻ ആയിട്ടുള്ള പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രി പറയണം എന്ന് പറഞ്ഞാൽ അപ്പൊ മോദിക്ക് ട്രംപായിട്ട് വിധേയത്വം ഉള്ളത് കൊണ്ടാണ് കാണിക്കലാണോ നിങ്ങളുടെ ഈ ചാനലിന്റെ ഉദ്ദേശം? അല്ലെങ്കിൽ കിരൺ ബാബു ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണോ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ശ്രീ ഗോപകുമാർ, ഞാൻ വളരെ വ്യക്തമായി തന്നെയാണ് പറഞ്ഞത്. അമേരിക്കൻ പ്രസിഡന്റ് ഒരു മിനിറ്റ് ഗോപകുമാർ, താങ്കൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ കേൾക്കണമല്ലോ. അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെ ഒരു വിടുവായുത്തം വിളിച്ചു പറയുമ്പോൾ അത് വിടുവായുത്തമാണ് എന്ന് പറയാൻ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട്. ആ രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നും അക്കാര്യത്തിൽ കാര്യമായ ഒരു പ്രതികരണം നടത്തുന്നില്ല. ഇപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ കുറേ കാലമായി അങ്ങനെയാണ് സ്വീകരിക്കുന്നത്. താങ്കൾ പറഞ്ഞ പോലെ റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ, ഇന്ത്യയെക്കാൾ ശക്തരായ രണ്ട് രാജ്യങ്ങളാണല്ലോ, ആ രാജ്യങ്ങളടക്കം കാണിക്കുന്നില്ല. ഈ രാജ്യങ്ങൾക്കെതിരെ എല്ലാ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തു നിന്നാലും റഷ്യയുടെ ഭാഗത്തു നിന്നാലും ചൈനയുടെ ഭാഗത്തു നിന്നാലും ഒക്കെ, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്തു നിന്നാലും അത്തരം ശക്തമായ പ്രതികരണം വരണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഉണ്ടാവുന്നില്ല എന്ന് കരുതി മറ്റവരാരും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇയാളെ മോശക്കാരനാക്കാനോ മറ്റയാളെ മോശക്കാരനോ അങ്ങനെയല്ലോ ചർച്ച നടത്തുന്നത്. ചർച്ചയിലെല്ലാം യാഥാർത്ഥ്യങ്ങൾ പറയണ്ടേ? അപ്പൊ ഞാൻ ചോദിക്കുന്നത് അതന്നെ ഞാൻ ചോദിച്ചത്. ഈ ചേരിചേരാ നയം എന്ന് പറയുന്ന സംഭവം മോദിക്ക് ബാധകമല്ലേ? ചേരിചേരാ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടും ഒരു രാഷ്ട്രത്തിന് വേണ്ടിയിട്ടും തനിയെ ഒരു രാജ്യം വന്നിട്ട് ഇന്ത്യ വന്നിട്ട് പറയാണ് അത്ര നല്ല രാജ്യമാണെന്നോ, അലായത്തുള്ള ഖമനി പറഞ്ഞ ആള് അത്ര നല്ലൊരു വ്യക്തിയായിരുന്നു, അയത്തുള്ള ഖമനി നല്ല വ്യക്തിയാണോ ഇല്ലയോ എന്നുള്ളതല്ല. അയത്തുള്ള ഖമനി ഇന്ത്യയെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ മോശപ്പെട്ട വ്യക്തിയല്ല. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ വിശിഷ്ട വ്യക്തിയായി കാണുന്ന ആളാണ് അയത്തുള്ള അലി ഖമനി. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി ദുഃഖം രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളിലേക്ക് ഔദ്യോഗികമായി ഇന്ത്യ ആളെ അയക്കുകയും ചെയ്യുന്ന, ഇന്ത്യ ബഹുമാനത്തോടെ കാണുന്ന ആളാണ്. അത് ഗോപകുമാരൻ എങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ത്യ രാജ്യം, ആ രാജ്യം ബഹുമാനത്തോടുകൂടി കാണുന്ന ഒരാൾ തന്നെയാണ് അയത്തുള്ള അലി ഖമനി. ഇറാനെ സംബന്ധിച്ചിടത്തോളം, ഈ ഖമനിയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രത്തലവൻ എന്ന പരിഗണന കൊടുത്തുകൊണ്ട് തന്നെയാണ് മോദിയും ഇന്ത്യ സർക്കാരും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മോശപ്പെട്ട വ്യക്തിയാണെന്ന് ഇന്ത്യ കണക്കാക്കുന്നില്ല. എനിക്ക് ഈ രാജ്യം കണക്കാക്കുന്നത് എനിക്ക് പറയാൻ കഴിയൂ. ഈ രാജ്യത്തിന്റെ ഔദ്യോഗിക നിലപാട് അയത്തുള്ള അലി ഖമനൈ ഒരു രാജ്യത്തിന്റെ തലവനാണ്, ഇന്ത്യയുടെ സൗഹൃദ രാജ്യമാണ് ഇറാൻ. അത് തന്നെയാണ് നിലപാട്. തീർച്ചയായിട്ടും ആ പരിഗണന കൊടുക്കേണ്ട പരിഗണന വെച്ചുകൊണ്ട് തന്നെയാണ്. എന്തിനു നമ്മൾ അധികം പറയും? നമ്മൾ പോലീസുകാർ പോലും ഒരു കേരള സംസ്ഥാനത്തിലോ അല്ലെങ്കിൽ വേറെ ഏത് സംസ്ഥാനത്തിലോ ഇന്ത്യയിലുള്ള ഏത് സംസ്ഥാനങ്ങളിലും ഒരു ഡെഡ് ബോഡി കണ്ടു കഴിഞ്ഞാൽ, ആരോ ആയിക്കോട്ടെ, മോശമുള്ള ആളായിക്കോട്ടെ നല്ലവനായിക്കോട്ടെ, ഒരു ആൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ബോഡിയുടെ അടുത്ത് തൊപ്പി ഊരി വെക്കുന്നത് എന്തിനാ? പോലീസുകാർ പോലും തൊപ്പി ഊരി വെക്കുന്നതിന് അവർ തൊപ്പി തലയിൽ വെച്ച് നിൽക്കാലോ. ആ ബോഡിയോടുള്ള ബഹുമാനം, ആ വ്യക്തിയോടുള്ള ബഹുമാനമാണ്. മരണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരാളെ നമ്മള് അവരെ കളിയാക്കാൻ പാടില്ല. ട്രംപ് ചെയ്ത് തീർച്ചയായിട്ടും വിട്ടിത്തരാണ്. വിട്ടിത്തരം വന്നു കഴിഞ്ഞാൽ ഏറ്റവും മോശക്കാരനായിട്ടുള്ള രാഷ്ട്രത്തലവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് തന്നെയാണ്. യാതൊരു തർക്കമില്ല, അതിലൊന്നും യാതൊരു തർക്കമില്ല. പക്ഷേ മോഡി ഈ ട്രംപിനെ പേടിച്ചിട്ട് ട്രംപിന്റെ കാലിന്റെ ഇടയിൽ പോയിരിക്കുന്നുള്ള തരത്തിലുള്ള അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ ഗോപകുമാർ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെയാണ് ഇപ്പൊ എനിക്ക് ഇത് കാണുമ്പോൾ വിശദീകരണം കാണുമ്പോൾ തോന്നുന്നത്. മോദിക്ക് അങ്ങനെ തോന്നുന്നത് എന്റെ കുറ്റമല്ല ഗോപകുമാർ. മോദി ട്രംപിനോട് വിധേയത്വം കാണിക്കുന്നു എന്നുള്ള രൂപത്തിലാണ് അങ്ങനെ തോന്നുന്നത്. എന്റെ കുറ്റമല്ല ശ്രീ ഗോപകുമാർ. അല്ല, മോദി ട്രംപിന് വേണ്ടി വിധേയത്വം കാണിക്കുന്നു എന്നുള്ള ഉദ്ദേശം. എന്തായാലും ഇന്ത്യ അടക്കമുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നും കാര്യമായ പ്രതികരണം നടത്തുന്നില്ല എന്നുള്ള തോന്നൽ ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. അത് ഇന്ത്യയുടെ കാര്യം മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല, അത് വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത്. ഇന്ത്യയുടെ വിഷയത്തിൽ മാത്രമല്ല, അത് ചൈന ആയാലും റഷ്യ ആയാലും യൂറോപ്യൻ യൂണിയൻ ആയാലും ഒക്കെ അത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടൽ വേണമെന്ന് ലോകം ആഗ്രഹിക്കുന്നുണ്ട്. ലോകത്തെ പ്രധാന നേതാക്കൾ പലരും പറയുന്നുമുണ്ട്. ഇന്ത്യയും 4ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നതിനാണ്. അതേമാതിരി തന്നെ അമേരിക്ക, ബ്രിട്ടൻ, ചൈന. ശരി, താങ്കൾക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടൊന്നുമല്ല. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഒരു മരണം ഉണ്ടാകുമ്പോൾ ആ മരണത്തെ ബഹുമാനിക്കുക, അതിനോട് ആദരവ് പുലർത്തുക എന്നുള്ളത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യൻ പോലും ചെയ്യുന്നതാണ്. അത് തൊട്ട അയലത്തുള്ള ഒരാൾ കൊടും ശത്രുവായിക്കോട്ടെ, പക്ഷേ മരിക്കുന്ന സമയത്ത് അയാളെ പരിഹസിക്കില്ല. പക്ഷേ ട്രംപ് ആ മര്യാദ പോലും ഇല്ലാതെയാണ് പെരുമാറുന്നത്. സാർ നമസ്കാരം. നമസ്കാരം. ഈ ഒരു നിലപാട് വളരെ എന്തെന്ന് ഇനി പറയേണ്ടത്, വളരെ മോശപ്പെട്ട നിലപാട് തന്നെയാണ്. പക്ഷേ ഇതിൽ നിങ്ങൾ നെറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നരേന്ദ്രമോദി പ്രതികരിക്കണം, ഇന്ത്യ രാജ്യം പ്രതികരിക്കണം എന്നുള്ള ഒരു നെറേറ്റീവ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നിങ്ങളെ ഭാഗത്തുനിന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്.
കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ നടന്ന ഒരു വിഷയം ഇവിടെ ഇപ്പൊ ഇത്ര വലുതായിട്ട് ചർച്ച ചെയ്യാൻ ഒരു ആഗോള പ്രശ്നവുമായി മാറിയിട്ടൊന്നുമില്ലല്ലോ. അദ്ദേഹം ചെയ്തത് ഒരു പ്രസിഡന്റ് ചെയ്തത് തെറ്റ് തന്നെ. പക്ഷെ അത് ഇന്ത്യ രാജ്യത്തെ പ്രധാനമന്ത്രി പ്രതികരിക്കണം എന്നുള്ളൊരു നെറേറ്റീവ് ഉണ്ടാക്കി തീർക്കുന്നത് എന്തർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇന്ത്യ രാജ്യം ഇറാനോട് കാണിക്കേണ്ട ബഹുമാനി ഇറാനോട് കാണിക്കുന്നത്, അമേരിക്കയോട് കാണിക്കേണ്ടത് അമേരിക്കയോട് കാണിക്കുന്നത്, മറ്റേത് ലോകരാഷ്ട്രത്തോടായാലും. അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളിൽ ഭൂരിഭാഗവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും ഇന്ത്യയെയും അംഗീകരിക്കുന്നുമുണ്ട്. പിന്നെ ഈ ന്യൂസ് 18 ചാനലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് തോന്നുന്നില്ല, ഒരു പ്രത്യേക നെറേറ്റീവ് ഉണ്ടാക്കി നരേന്ദ്രമോദിയും ആ സർക്കാരിനെയും വിലകുറച്ച് കാണിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ട് എനിക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനെതിരായിട്ടാണ് ഇനിയിപ്പോ നാളെ ഒരു കൂട്ടർ പറഞ്ഞു വരുത്തും മോഡി ആഹ്വാനം ചെയ്തിട്ടാണ് അവിടെ പോയി പറഞ്ഞത്. കഴിഞ്ഞ ചാനൽ നമ്മുടെ ചാനൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ പറഞ്ഞോട്ടെ എന്ന് കരുതി വിട്ടതാണ്. ബാലകൃഷ്ണൻ പറഞ്ഞ് ഇനി നാളെ അത്തരം ഇന്ത്യ ആഹ്വാനം ചെയ്തിട്ടാണ് അവിടെ ട്രംപ് അങ്ങനെ പറഞ്ഞതെന്ന് പറയാൻ വേണ്ടി ഉള്ള മണ്ടന്മാരൊന്നും ഇന്ത്യയിലെ പ്രതിപക്ഷ നിരയിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ കാണും. എന്തായാലും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് നേതാക്കൾ അത്തരം മണ്ടന്മാരായിട്ടുള്ള ആരുമില്ല. അല്ല, ഞാനത് താങ്കൾ പറഞ്ഞ അത്രയും കയറി പോയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. സാറ് പറയുന്നത് ഞാൻ കഴിഞ്ഞ അമേരിക്ക സന്ദർശിച്ച് വന്നതിന്റെ പിറ്റേ ദിവസമാണ് യുദ്ധമുണ്ടായത്. അപ്പൊ ഇവിടുന്ന് നമ്മളെ ചാനൽ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദി അവിടെ പോയി ആഹ്വാനം ചെയ്തു. കേൾക്കാമോ? നരേന്ദ്രമോദി പോയി വേറെ രാജ്യത്തിന് പോയി യുദ്ധത്തിന് ആഹ്വാനം ഒന്ന് ശ്രീ ബാലകൃഷ്ണൻ ഈ ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും പറയുന്നത് അല്ല ഒരു രാജ്യത്തിന്റെ നിലപാട്. നരേന്ദ്രമോദിയോ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ പോയി പറഞ്ഞാൽ അമേരിക്ക നാളെ ഇറാനിൽ ബോംബിടും എന്ന് ആരും കരുതുന്നില്ല. ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരോ രാഷ്ട്രപതിമാരോ ആരും പോയി ഒരു രാജ്യത്ത് പോയി ഇറാനെ പോലെ രാജ്യത്തോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തോ ബോംബിടണമെന്ന് ആവശ്യപ്പെടാറുമില്ല. ഇനി പാകിസ്ഥാനിൽ ബോംബിടാൻ പോലും പോയി ഇന്ത്യൻ ഭരണാധികാരികൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി പറയേണ്ട കാര്യമില്ല. ഇന്ത്യക്ക് അത്തരം ഒരു ഗതികേടുമില്ല. ഇന്ത്യയുടെ ദീർഘമായ സാംസ്കാരിക പാരമ്പര്യം, ഇന്ത്യയുടെ നയതന്ത്ര പാരമ്പര്യമൊന്നും ഈ ബാലകൃഷ്ണൻ പറയുന്ന രീതിയിലല്ല. അങ്ങനെ ഒരു തെളിവ് നമുക്ക് ഇതുവരെ ഇല്ല. ഇത് ആരുണ്ടാക്കുന്നത്? ബാലകൃഷ്ണൻ തന്നെ ഉണ്ടാക്കി ഒരു നറേറ്റീവ് ഉണ്ടാക്കിയിട്ട് അതിനെതിരെ ബാലകൃഷ്ണൻ തന്നെ പ്രതികരിക്കുന്നു. അല്ലാതെ ബാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾ പറയും അങ്ങനെ പറഞ്ഞതിനെതിരെ ഞങ്ങൾ ഇങ്ങനെ പറയുന്നു. അങ്ങനെ ഏതെങ്കിലും താങ്കൾ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും ഒരു ഇന്ത്യയിലെ ഒരു പൊളിറ്റിക്കൽ നേതാവ് പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് കേട്ടു, അദ്ദേഹത്തിന്റെ AICC നേതൃത്വം ഇതിനെതിരായിട്ട് പ്രതിഷേധിച്ചോ? ഇതൊക്കെ വെറുതെ പറഞ്ഞിട്ട് നമ്മൾ പബ്ലിക് മനസ്സിലാക്കുന്നതാണ്. കാരണം ഇന്ത്യ രാജ്യം ഇറാനോട് കാണിക്കേണ്ട ബഹുമാനം ഇറാനോട് കാണിക്കുന്നുണ്ട്. ലോക രാജ്യത്തിൽ എവിടെ ഇന്ത്യ ബഹുമാനം കാണിക്കണം അവിടെയൊക്കെ കാണിക്കണം. അതിനൊന്നും യാതൊരു സംശയം. ഇത് നിങ്ങൾ ഈ ന്യൂസ് 18 നറേറ്റീവ് ഉണ്ടാക്കിയുണ്ട്. എന്ത് നറേറ്റീവ് ഉണ്ടാക്കുന്ന? താങ്കൾ കുറെ നേരം കൂടെ നറേറ്റീവ് ഉണ്ടാക്കുന്ന എന്ത് നറേറ്റീവ് ഉണ്ടാക്കുന്ന പറഞ്ഞത്? നിങ്ങൾ നടത്തിക്കോളൂ. താങ്കൾ നടത്തിക്കോളൂ. ഞങ്ങൾക്ക് പറയാനുള്ളത് വളരെ വ്യക്തമായി തന്നെ ചാനലിലൂടെയാണ് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും രഹസ്യമായി എന്തെങ്കിലും പറയുകയല്ല, വഴി കേട്ടതല്ല പറയുന്നത്. യുദ്ധസമാനമായ ഒരു സംഭവമൊന്നും ഈ ഒരു പ്രസ്താവനയിൽ ഞാൻ കാണുന്നില്ല. അങ്ങേയറ്റം തെറ്റ് തന്നെയാണ്. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഈ കേരളത്തിൽ ചർച്ച ചെയ്ത് നറേറ്റീവ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ശ്രമമുണ്ടെങ്കിൽ അതിനെക്കൊണ്ട് നിങ്ങൾക്ക് വല്ല ഗുണം കിട്ടുന്നത് അത് നിങ്ങൾ അനുഭവിച്ച ഒരു പ്രശ്നമില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. ശരി, ഓക്കെ. ബാലകൃഷ്ണൻ, ഞങ്ങൾ അതിൻ്റെ ഏതാണ്ട് നാളെ ഞങ്ങൾക്ക് വലിയ ഗുണമുണ്ടാകാൻ പോവുകയാണ് ചർച്ച ചെയ്യുന്നതിന്. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ നിലപാടുകൾ ഈ കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ അടക്കം ബാധിക്കുന്നത് തന്നെയാണ്. അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ നിലപാടും ഈ പശ്ചിമേഷ്യൻ യുദ്ധം നീളരുത് എന്നുള്ളത് നമ്മുടെ കൂടി ആവശ്യമാണ്, മലയാളികളുടെ കൂടി പേഴ്സണൽ ആവശ്യം എന്ന് വേണമെങ്കിൽ പറയാം. ലോകരാജ്യങ്ങളുടെ വിഷയങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതെല്ലാം നമ്മളെ നേരിട്ട് ബാധിക്കുമെന്ന് വെച്ച് മാത്രമല്ല, ഇത് നേരിട്ട് ബാധിക്കുന്ന വിഷയം കൂടിയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ചർച്ച തുടരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക ശ്രീ അനസാണ്, മലപ്പുറത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അനസ്, ഒരു രാഷ്ട്രത്തിൻ്റെ പരമോന്നത നേതാവ്, അവരുടെ ആത്മീയ ആചാര്യൻ, അങ്ങനെ ഒരാളുടെ സംസ്കാര ചടങ്ങിന് നേരെയാണ് അവരെ വിലപിക്കുന്ന ആളുകളെ കാണുമ്പോൾ പറയുന്നത് അത് പരിഹസിക്കുകയാണ്, അത് കണ്ണീരല്ല വ്യാജ കണ്ണീരാണെന്ന് പോലും പറയുന്നു ഒരു രാഷ്ട്രത്തലവൻ. നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുമ്പോൾ ഈ ഒരു ചർച്ചയ്ക്ക് അത്ര വലിയൊരു കാര്യമുണ്ടെന്ന് ചോദിച്ചാൽ
നമ്മുടെ നികുതി പണം കൊണ്ട് അമേരിക്ക എന്ന വലിയ രാജ്യത്തിലേക്ക് നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പോകുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ടോ? നമ്മളെ നികുതി പണം എടുത്ത് ഇതുപോലത്തെ രാജ്യങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യാറില്ല. നമ്മള് കുറച്ച് രാജ്യങ്ങൾ അമേരിക്കയുടെ അധീനത്തിൽ നിൽക്കുന്ന രാജ്യം തന്നെയാണ് ഇന്ത്യ. നമ്മുടെ നികുതി പണം എടുത്ത് ശ്രീ അനസ്, അമേരിക്കൻ അധീനത്തിൽ നിൽക്കുന്ന രാജ്യമൊന്നുമല്ല ഇന്ത്യ. ഇന്ത്യ സർക്കാരിന് അമേരിക്കയോടുള്ള നിലപാടുകളിൽ വിമർശനമുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ അതിനോട് അനുകൂലമായ നിലപാടുള്ളവരുണ്ട്, അതൊക്കെ പറയാം. പക്ഷേ ഇന്ത്യ അമേരിക്കയുടെ അധീനതയിൽ നിൽക്കുന്ന രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ല എന്നുള്ളത് പറയേണ്ടി വരും. പല കാര്യങ്ങൾക്കും നമ്മുടെ പ്രധാനമന്ത്രി സംസാരിച്ചിട്ടില്ലല്ലോ. അതായത് അമേരിക്കയെ പേടിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ. അത് നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കേസാണ്. പിന്നെ നരേന്ദ്രമോദി, അതായത് ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാ വ്യക്തികളുള്ള, എല്ലാ മതങ്ങളുള്ള, സ്നേഹത്തോടെ കഴിയുന്ന രാജ്യമാണ്. പിന്നെ നമ്മൾ നരേന്ദ്രമോദിയോട് എത്രത്തോളം നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് എത്ര വട്ടം പോയി, അതൊന്നും നമ്മൾ ചർച്ച ചെയ്തില്ല. അവരുടെ സ്നേഹമാണ്. നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പോകുന്നത് ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്കാണ്. ഇന്ത്യയും അമേരിക്കയുമായി ഒരുപാട് സാമ്പത്തിക ഇടപാടുകളും ആയുധ പ്രതിരോധ കരാറുകളും ഒക്കെയുണ്ട്. അമേരിക്കയുമായി നല്ല ബന്ധത്തിൽ പോകുന്ന രാജ്യം തന്നെയാണ്. അതിനകത്ത് അമേരിക്കയിൽ മോദി എത്ര വർഷം പോയി എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമൊന്നുമല്ല. ഇന്ത്യയുടെ നിലപാടിൽ വിമർശനമുള്ളവരുണ്ട്, അത് വേണമെങ്കിൽ വിമർശനം പറയാം. അതിനപ്പുറത്തേക്ക് ഇന്ത്യ അവരുടെ വിധേയത്തിൽ നിൽക്കുന്ന രാജ്യമാണ് അങ്ങനെയൊക്കെ പറയുന്നത് അത് ശരിയല്ല. വിമർശനങ്ങൾ പറയാം, ഞങ്ങൾക്ക് അമേരിക്ക ഈ സമയത്ത് പ്രതികരിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അമേരിക്കയിൽ പ്രതികരിക്കുന്നില്ല, അതൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് നമ്മൾ പറയുന്നത് ശരിയല്ല. ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചെറുകിട ഈ വിഷയങ്ങളൊന്നും വലിയൊരു കാര്യമില്ല. കാരണം നമ്മളെ നാടിനെ ബാധിക്കുന്ന ഒരു വിഷയം എന്റെ അഭിപ്രായത്തിലല്ല. താങ്കൾക്ക് അങ്ങനെ തോന്നുന്നത് ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു രാഷ്ട്രത്തലവന് യോജിക്കുന്ന രീതിയിലല്ല ഒരിക്കലും നല്ല എത്രയോ തവണയായി ഈ ട്രംപിന്റെ പ്രതികരണങ്ങൾ. നമസ്കാരം. ട്രംപ് പ്രതികരിക്കുന്നത് രാഷ്ട്രത്തലവൻ എന്നുള്ള നിലയിലല്ല എന്ന് മാത്രമല്ല പറയേണ്ടത്, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ പോലുമല്ല. മനുഷ്യനും മൃഗക്കും എല്ലാവരും പ്രത്യേക സ്വഭാവമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ ഒരു ദയ കാണിക്കുക എന്നുള്ള സംഭവം, അവര് തന്നെ അദ്ദേഹത്തെ കൊന്നു, എന്നിട്ട് ഇപ്പൊ അവർ ശവദാഹം നടത്താൻ നോക്കുന്നു. ആ സമയത്ത് ഇത്രയും ക്രൂരമായിട്ട് പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം മനുഷ്യകുലത്തിൽപ്പെടുന്ന ആൾ പോലും അല്ല. ഇവരെ അമേരിക്ക തന്നെ എങ്ങനെയാണ് സഹിക്കുന്നത് നമുക്കറിയില്ല. എന്ന് മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളൊന്നും ഇതിനെ അപലപിച്ച് കാണുന്നില്ലല്ലോ. നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി പോലും ഈ ട്രംപ് കാണിക്കുന്ന എല്ലാത്തിനും നിശബ്ദമായി മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രദീപ് ന്യൂയോർക്കിൽ നിന്ന് വിളിച്ചു പറഞ്ഞ എന്താണ്, മോദിക്ക് വേറെ പണിയുണ്ടെന്നാ പറഞ്ഞത്. എന്ത് പണിയാണല്ലേ? ഇപ്പൊ നോക്ക്, അയോധ്യയിൽ ഇത്രയും കൊള്ള നടന്നു, പ്രധാനമന്ത്രി പ്രതികരിച്ചോ? അല്ല, ഈ വിഷയം തന്നെ പറയുന്നേ. അപ്പൊ വേറെ എന്ത് പണിയാ ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി തന്നെ പറയണ്ടേ? അതും പറയുന്നില്ല. ലോകരാഷ്ട്രങ്ങളെല്ലാം ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു. എന്ത് കാണിച്ചാലും ട്രംപിനെ അനുകൂലിക്കുന്നു അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നു. അത് ഒരു പ്രോത്സാഹനമാണ്. നമ്മളെ പോലുള്ള സാധാരണക്കാർ മാത്രമല്ലേ ഇങ്ങനെ പ്രതികരിക്കുന്നത്, വേറെ ആരും പ്രതികരിക്കുന്നില്ലല്ലോ. അത് വളരെ മോശപ്പെട്ട കാര്യമാണ്. ശക്തമായ പ്രതികരണം ഉണ്ടാവണം, രാജ്യത്തു നിന്നും ഉണ്ടാവണം, അന്താരാഷ്ട്ര തലത്തിലും ഉണ്ടാവണം. ഇങ്ങനെ ചെയ്യുന്ന ട്രംപിനെ അമേരിക്കയെ യാതൊരു കാരണവശാലും ആരും പിന്തുണയ്ക്കാനോ അവർക്ക് സപ്പോർട്ട് ചെയ്യാനോ പാടില്ല. അതാണ് പറയാനുള്ളത്. ശരി. ശ്രീ അഡ്വക്കേറ്റ് ജോൺസൺ ആണ് എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. അഡ്വക്കേറ്റ് ജോൺസൺ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഇവിടെ നമ്മുടെ ചോദ്യം എന്താണ്? ലോകരാഷ്ട്രങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അതല്ല നമ്മുടെ ചോദ്യം. അതിനിടയിൽ ആളുകൾ പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനെ കൂടെ പറഞ്ഞതാണ്, ട്രംപിന്റെ ഈ വിടുവായ്ത്തം അല്ലെങ്കിൽ ട്രംപ് ഈ സംസ്കാര ചടങ്ങുകളെ അവഹേളിക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതിന്റെ കൂട്ടത്തിൽ ആളുകൾ അനുബന്ധമായ ചില വിഷയങ്ങൾ കൂടി പറഞ്ഞു വന്നേ. ഒട്ടും ശരിയല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പിന്നെ വേറെ ഒരു കാര്യം പറയാണ്, മറ്റുള്ള ലോകരാഷ്ട്രങ്ങൾ ഇതിനകത്ത് പ്രതികരിക്കാത്തത് അവർ ഉപരോധം ഭയന്ന് മാത്രമാണ്, അല്ലാണ്ട് വേറൊന്നും അല്ല. കാരണം താങ്കൾ പറഞ്ഞോളൂ. അതെ, അല്ല ഞാൻ ചുരുക്കി പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഉപരോധം ഭയന്നാണ് മറ്റുള്ള രാജ്യങ്ങൾ പ്രതികരിക്കാത്തത്. അങ്ങനെയൊക്കെ പലതരത്തിലേക്കുള്ള ഉപരോധങ്ങളും ഒക്കെ അമേരിക്കൻ എന്ന സാമ്പത്തിക ശക്തിയുടെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളോടൊക്കെ കണക്കാക്കിയാണ് പ്രധാനപ്പെട്ട രാജ്യങ്ങളടക്കം, വലിയ രാജ്യങ്ങളടക്കം, ശക്തരായ രാജ്യങ്ങളടക്കം പ്രതികരണം നടത്താത്തത്. ശ്രീ നാരായണൻകുട്ടിയാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ നാരായണൻകുട്ടി, താങ്കൾക്ക് എന്ന് തോന്നുന്നു ഈ ട്രംപ് വിടുവായ്ത്തവും പറയുന്നത് ശീലമാണ്, അതിപ്പോൾ അതിൻ്റെ പരിധിയെല്ലാം വിട്ട് സംസ്കാര ചടങ്ങിനെ പോലും പരിഹസിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു?
ഇതെല്ലാം നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആനപ്പുറത്തേന് പോകുന്ന നായ്വച്ച എന്നാന്ന് പറയുന്ന അവസ്ഥയാണ്. ട്രംപിനോട് ഇപ്പൊ ആരെന്ത് പറഞ്ഞ വർത്താനം കൊണ്ട് കാര്യമുണ്ടോ? പറഞ്ഞോളൂ താങ്കൾ. അതുപോലെയാണ് ട്രംപിന്റെ പെരുമാറ്റം. പിന്നെ നമ്മൾ ഈ വേണ്ടുന്നതും വേണ്ടാത്ത കാര്യത്തിൽ ഇടപെട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. അത് ചാനലുകാരുടെ പ്രത്യേക താല്പര്യമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. അപ്പോ ഇതിൽ കൂടുതലെന്നാ പറയേണ്ടത്, അമേരിക്ക എന്തായാലും ലോകത്തിലെ വൻകിട രാഷ്ട്രങ്ങളിൽ ഒന്നാണ്. ഒരുപാട് ആൾക്ക് തൊഴിലും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. രാഷ്ട്രത്തിന്റെ മൊത്തം രാജ്യത്തിന്റെ മൊത്തം സാമ്പത്തികവും സൈനികവുമായ കാര്യങ്ങളൊക്കെ പിന്നെ പ്രതികരിക്കാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രമാണ് അമേരിക്ക. അമേരിക്കനെ കുറെ ഇങ്ങനെ കുറ്റം പറയാന്നല്ലാണ്ട് ഇതിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നും അമേരിക്ക ഇറാനും എല്ലാവരും അടിച്ചുകൊണ്ടേ ഇരിക്കും. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതാണ് എനിക്ക് പറയുന്നത്. ശരി ശ്രീ നാരായണൻകുട്ടി, നമുക്ക് ഒരാൾ ശക്തനാണ് എന്ന് കരുതി നമുക്ക് അയാളുടെ ആക്രമണത്തെ ചെറുക്കാൻ കഴിയില്ല എന്ന് കരുതി അതിനെതിരെ പ്രതികരിക്കാതിരിക്കുക എന്നുള്ളത് അല്ല. ലോകത്ത് അത്തരം പ്രതികരണങ്ങൾ ഉണ്ടായിട്ടാണ് ലോകത്തെ പല പ്രധാനപ്പെട്ട മാറ്റങ്ങളും അടക്കം ഉണ്ടായിട്ടുള്ളത്. ശ്രീ സുബിനാണ്, കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. ശ്രീ സുബിൻ, താങ്കൾ എങ്ങനെയാണ് ഈ ട്രംപിൻ്റെ ഇത്തരം പ്രതികരണങ്ങളെ കാണുന്നത്? എൻ്റെ പേര് സുബിൻ എന്നാണ്. ഞാൻ ഇതിനെ കാണുന്ന വേറൊരു രാജ്യത്തിന്റെ ഒരു നേതാവിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെ മോശം തന്നെയാണ്. അതിപ്പോ ഏത് രാഷ്ട്രമായാലും, ചെറുതായാലും വലുതായാലും, സാർ നേരത്തെ പറഞ്ഞ പോലെ ശക്തനല്ല എന്ന് കരുതുന്ന ഒരു നേതാവിനെ കുറിച്ച് പോലും പറയുന്നത് മോശപ്പെട്ടൊരു കാര്യം തന്നെയാണ്. ഹലോ, കേൾക്കാൻ പറഞ്ഞോളൂ. എനിക്കത് മോശമായിട്ട് തന്നെ തോന്നിയിട്ടുള്ളത്. പക്ഷേ ഞാൻ ചോദിച്ചത്, എന്റെ സംശയം വേറൊന്നും കൊണ്ടല്ല. നമ്മുടെ നാട്ടിന് ഇനി വരുന്നൊരു സംഭവമുണ്ട്. നമ്മുടെ രാജ്യത്തിന് വരുന്നൊരു കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. കാരണം വേറൊന്നുമല്ല. സംശയം, ഈ ട്രംപ് എടുക്കുന്ന നിലപാടുകൾ നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്നതല്ലേ? സാർ, ട്രംപ് എടുക്കുന്ന എല്ലാ നിലപാടും നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്നില്ലോ. ഇറാനുമായി ട്രംപ് എടുക്കുന്ന എല്ലാ നിലപാടുകളും നമ്മുടെ രാജ്യത്തെ നേരിട്ട് ബാധിക്കുന്നതല്ലേ? യുദ്ധം എന്നുള്ള സംഭവം നമ്മളെ ബാധിക്കുന്നത് തന്നെയാണ്. ആണല്ലോ. ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സമാധാന ചർച്ച നടക്കുന്നതിനിടയിൽ അതിലെ ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും പരമോന്നതനായ നേതാവ്, അവരുടെ ആത്മീയ ആചാര്യൻ, അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിനെതിരെ വർത്തമാനം പറഞ്ഞാൽ ആ സമാധാന ചർച്ച പിന്നീട് നല്ല രീതിയിൽ പോകുമോ? അത് ആ രാജ്യത്തിന്റെ മാത്രമല്ല ഏതൊരു രാജ്യത്തിനെ കുറിച്ച് പറയുന്നത്. ഞാൻ ചോദിച്ചതല്ല. ഇറാൻ യുദ്ധം വീണ്ടും സമാധാന ചർച്ച നടക്കുമ്പോൾ ആ രാജ്യത്തെ അവമാനിക്കുന്നതിന് അങ്ങേയറ്റം പറഞ്ഞാൽ ആ സമാധാന ചർച്ച നന്നായി പോകുമോ? വീണ്ടും യുദ്ധം തുടർന്നാൽ സുബിനെ അടക്കം ബാധിക്കില്ലേ? തീർച്ചയായിട്ടും ഒരു രാജ്യത്തിന്റെ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല. നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ ഈ മാധ്യമങ്ങൾക്ക് ഈ ചർച്ചകളൊന്നും അല്ല. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയം സുബിൻ പറയൂ. ഇന്നിപ്പോൾ ഇതിനേക്കാൾ പ്രധാനമായി ചർച്ച ചെയ്യേണ്ട വിഷയം സുബിൻ പറയൂ. ഞാൻ എങ്കിൽ അത് അംഗീകരിക്കാം. അംഗീകരിക്കുന്നില്ല, അത് നിങ്ങൾ ചെയ്യണം. അല്ല, താങ്കൾ പറയൂ, താങ്കൾ നിർദ്ദേശിച്ചോളൂ. നമ്മുടെ നാട്ടിൽ ഇനി വരുന്ന ഒരു കടുത്ത വേനൽക്കാലം എന്നാണ് പറയുന്നത്. നമ്മുടെ അന്തരീക്ഷം. ശ്രീ സുബിനെ ഞാൻ ചോദിച്ചത്, ഇന്ന് ചർച്ച ചെയ്യേണ്ട ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരുന്നുവെങ്കിൽ സുബിന് ചൂണ്ടിക്കാണിക്കാം. ഞാൻ തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കാം. നമ്മുടെ കാർഷികപരമായിട്ടും നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള ഒരു വിഷയം ഈ 2026 ഈ സമയത്തുണ്ടാകുന്ന ഒരു നമ്മുടെ അന്തരീക്ഷത്തിലുള്ള മാറ്റങ്ങളും അതിനെക്കുറിച്ചൊക്കെ ഒരു ചർച്ച ചെയ്യാൻ വേണ്ടി ഞാൻ ചോദിച്ചത്. എനിക്ക് സുബിനോട് കൂടുതൽ പറയുന്നില്ല. സുബിൻ്റെ അഭിപ്രായം അങ്ങനെ. ശരി. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ശ്രീ മുരളിയാണ്, വയനാട്. ശ്രീ മുരളി, താങ്കൾ എങ്ങനെയാണ് ഈ ട്രംപിന്റെ വാക്കുകളെ കാണുന്നത്? സാർ, ഈ ട്രംപിന്റെ ഈ ഒരു ആരൊക്കെ തന്നെ ആയാലും ഇനി എന്ത് ശത്രുതയായാലും ഒരു രാഷ്ട്രത്തലവൻ മരിച്ചു കഴിയുമ്പോൾ ഇതുപോലത്തെ വിവരക്കേട് വിളിച്ചു പറയുക എന്ന് പറഞ്ഞാല് നമുക്ക് അയാളെ ഇതാക്കാനുള്ള ഇതില്ല നമ്മുടെ അടുത്ത്. നമ്മുടെ ഭാഷയ്ക്ക് അതിന്റെ വാക്ക് പോലും ഇല്ല. അത്ര നീചത്തരമാണ് അയാളെ ഈ ട്രംപ് എന്ന് പറയുന്ന വ്യക്തി കാണിച്ചത്. പക്ഷേ അതിനകത്ത് എനിക്ക് വേറൊരു കാര്യം കൂടി, ഞാൻ കുറെ സമയം ഞാനിത് കേട്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഈ ചാനലിനെ കുറ്റം പറയുക, പിന്നെ മോഡിയെ ഇതിനകത്ത് വലിച്ചഴക്കേണ്ട കാര്യം എന്താ ഉള്ളത്? ഈ അനസും ബാലകൃഷ്ണനും ഒക്കെ എന്താ പറയുന്നത്? പലരുടെ മനസ്സിലിരിപ്പ്, ഇങ്ങനെ ഒരു ചർച്ച നടത്തുന്നത് കൊണ്ട് പലരുടെ മനസ്സിലിരിപ്പ് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഇവിടെ ഖൊമൈനിയുടെ കാര്യമോ അതൊന്നും അല്ല അവർ പ്രാധാന്യമായിട്ട് എടുക്കുന്നത്. എന്തൊക്കെ തന്നെ ആയാലും ഒരു രാഷ്ട്രത്തലവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ കണ്ടു ആൾക്കാർ നെഞ്ചത്തടിച്ച് കരയുന്നത്. അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ ട്രംപിനെ പോലെയുള്ള അയക്ക് വട്ടാണ്, ഭ്രാന്തനാണ് അയാള്. അപ്പൊ അമേരിക്ക ലോകത്തിലെ ഏറ്റവും മുന്തിയ രാഷ്ട്രമാണെന്നുള്ള നിലപാടൊക്കെ മാറാൻ പോവുകയാണ്. ഈ അമേരിക്കയെ തന്നെ നശിപ്പിച്ച് നാരായണക്കല്ല് പിടിപ്പിക്കും ഇയാള് വട്ടനാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ശരി. മുരളിയുടെ പ്രതികരണമാണ് ശക്തമായ തന്നെ. ശ്രീ രാജനാണ് പയ്യോളിയിൽ നിന്ന്. ശ്രീ രാജൻ, താങ്കൾ പറഞ്ഞോളൂ. നമസ്കാരമുണ്ട് സാർ. നമസ്കാരമുണ്ട് സാറേ.
ഈ പണ്ടുള്ള ഒരു വാചകം അത് പറയുന്നതിൽ ചെറിയൊരു ഇതുണ്ട്. എന്നാലും പറയാം, അമുക്ക് വാക്ക് ചെവിക്ക് പുറത്ത് നിന്ന്. ഇയാളെ വാക്കൊന്നും എടുക്കാൻ പറ്റുന്നതല്ല. പിന്നെ രണ്ടാമത് ഇയാൾക്ക് ഒരു തന്റേടമുണ്ട്. അതെന്ന് വെച്ചാൽ ഐക്യരാഷ്ട്രസഭയും ലോകസഭയും അല്ലെ പിന്നെ എന്താണ് ഇങ്ങനെയുള്ള സഭകളെല്ലാം ഇയാൾ ചെയ്യുന്ന തെറ്റിന് കൂട്ടു നിൽക്കുകയല്ലേ. എത്ര കുട്ടികളെയാണ് ഇറാൻ ഇതാക്കിയിട്ട് എല്ലാ രാഷ്ട്രങ്ങളും അയാളെ കുറ്റം പറഞ്ഞിട്ട് ഒരു അനക്കവും ഇല്ലാത്ത ഈ മനുഷ്യനെ ആർത്തെ ജനങ്ങള്, അമേരിക്കന്റെ ജനങ്ങള് ഇത്രയും ഒരു ഇങ്ങനെ ഒരു പ്രസിഡന്റ് ആക്കിയതിന് ലജ്ജിക്കേണ്ട ഇങ്ങനെ ഒരു വാക്കെല്ലാം പറയുമ്പോ ഒരു മനുഷ്യത്വമുള്ള മനുഷ്യൻ പറയുന്ന വാക്കാണോ സാർ അത്? അപ്പൊ അയാളെ എന്താണ് സാർ പറയേണ്ടത് നമ്മള്? ഈ വ്യക്തിനെ ഈ ലോകത്തിലെ ഇത്രയും പിന്നെ ഐക്യരാഷ്ട്രസഭയിലെല്ലാം വലിയ ആൾക്കാരെല്ലാം ഉണ്ടല്ലോ, അവരെല്ലാം പറഞ്ഞിട്ട് ഈ മനുഷ്യൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു? കുറെ കുട്ടികളെ ലോകത്തിലെ എത്ര കുട്ടികളെ ഇറാനിലെ കുട്ടികളെ കൊന്നതിന്റെ കണക്ക് കേട്ടാൽ എത്ര കുട്ടികളെ അയാൾ കൊന്നു സാറേ? സാർക്ക് അറിയാലോ അതിനെ പറ്റിയിട്ട്. അപ്പൊ ഇത്രയും നീചനായ മനുഷ്യനെ എന്തിനാ ഈ ലോകത്ത് വെച്ചിരിക്കുന്നതെന്നാണ് ഞാൻ ഭഗവാനോട് പറയുന്നത്. ഭഗവാന് അയാൾക്ക് വലിയ ആവശ്യമൊന്നുമില്ല. അയാൾക്ക് ചെവിക്കും വടിയ കൊണ്ട് നീനടക്ക് വെടിവെക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ പോയിന്ന്. അത്രക്കും മനുഷ്യൻ ഗതികെട്ടോണ്ടല്ലോ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. അതൊന്നും സാറൊന്നും ആലോചിച്ച് ഇത്രയും ക്രൂരമായ മനുഷ്യനെ ഇങ്ങനെ ലോകത്ത് വെച്ചിരിക്കുമ്പോ അമേരിക്കന്റെ ജനതയ്ക്ക് തന്നെ ഒരു നാണക്കേടല്ലേ അത്? അമേരിക്കൻ അപ്പൊ ഇന്ത്യക്ക് പ്രതികരിക്കാൻ ഒന്നുമില്ല. എന്താ വെച്ചാല് ഇന്ത്യ തന്നെ നടക്കുന്നതിനൊന്നും പ്രതികരിക്കാൻ കഴിയാത്തൊരു പ്രധാനമന്ത്രി ഇപ്പൊ നമ്മളെ പിന്നെ എന്താണ് പിന്നെ നമ്മൾ അയോധ്യയിൽ നടക്കുന്നതിന് എന്തെങ്കിലും ഒരു പ്രതികരണം. നമ്മുടെ വിഷയം അതല്ല. എന്നിട്ട് നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ വേഗത്തിൽ ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വരുന്നുണ്ട്. അനസിന് അമേരിക്കയിൽ പോകാൻ കഴിയുന്നില്ല, അതാണ് അവൻ്റെ പ്രശ്നമെന്നൊക്കെ ഫോർ ദി പീപ്പിൾ പറയുന്നു. ആർക്കും അമേരിക്കയിൽ പോകാൻ കഴിയാത്തതൊന്നും അല്ലല്ലോ പ്രശ്നം. അല്ലെങ്കിൽ അമേരിക്കയിൽ പോയി എന്ന് കരുതി അമേരിക്കയിൽ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നത് കരുതാനും ആവില്ലോ. മഴ പെയ്ത് സുന്ദരിയായ മണിമലയിൽ നിന്ന് സുന്ദരനായ കൃഷ്ണൻകുട്ടി എത്തിച്ചേർന്നു എന്നൊക്കെ പറയുന്നു. അവിടുത്തെ മഴ പെയ്തതിനെ കുറിച്ചായിരിക്കും. പ്രദീപ് ന്യൂസ് 18 ചാനൽ അമേരിക്കൻ ചാനലാണെന്ന് പറയാൻ നെറ്റിൽ നോക്കിയാൽ ആർക്കും മനസ്സിലാവും ആരുടെ ചാനലാണെന്ന് എന്ന് പറയുന്നു. അത് പ്രദീപ് ഉത്തരം മുട്ടുമ്പോൾ പറയുന്ന ചില തമാശയായതിനപ്പുറത്തേക്ക് അതിനെ നമ്മൾ ഗൗരവമായി കാണേണ്ടതില്ല. പ്രദീപ് പിന്നെ അയാളെ തിരിച്ചു മണ്ടനെന്ന് ഒക്കെ കൃഷി എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മറുപടി അങ്ങനെ എന്തായാലും കിടന്നാകട്ടെ. ഇന്ത്യയിൽ ഒരു കൊള്ള നടന്നിട്ടുണ്ട്. അത് ശബരിമല എത്ര ആൾ ചർച്ച ചെയ്തു ചോദിക്കുന്നു. എനിക്ക് അയോധ്യ വിഷയമാണ് എന്ന് തോന്നുന്നു. ആ വിഷയമടക്കം നമ്മൾ ചർച്ച ചെയ്തതാണ്. ജയകുമാർ അതൊക്കെ തമ്മിലുള്ള അടിയാണ്. എന്തായാലും 250 കൊല്ലം കൊണ്ടാണ് അമേരിക്ക ഇത്രയും സമ്പന്നമായത്. അതും പാവപ്പെട്ടവരെയും അറബികളെയും പറ്റിച്ചല്ലേ. 70 കൊല്ലം കൊണ്ട് ഇന്ത്യ എത്രയോ മുന്നിൽ ആവണം. 250 വർഷം ആകുമ്പോഴേക്കും ഇന്ത്യ എവിടെ നിൽക്കുമെന്ന് ഊഹിക്കൂ എന്നൊക്കെ പറയുന്നു. വിവരവും വിവേകവും സംസ്കാരമില്ലാത്തൊരു ഗുണ്ടയുടെ നിലവാരത്തിലേക്ക് താഴ്ന്ന അമേരിക്കൻ പ്രസിഡന്റ് വാക്കുകൾ ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ പ്രതിഷേധിക്കണമെന്ന് ശശിധരൻ നായർ പറയുന്നു. ശശിധരൻ പിള്ള ചോദിക്കുന്നു, കിരണിനെ ഇന്ന് അമേരിക്കൻ ബാധ കൂടിയോ എന്നൊക്കെ ചോദിക്കുന്നു. അമേരിക്കയിലല്ല, ഒരു രാജ്യമായാലും എവിടെയായാലും നമ്മൾ അനീതി ഒരു സ്ഥലത്തുണ്ടായാൽ സ്വാഭാവികമായും അനീതി നടത്തുന്നവർക്കെതിരെ പ്രതികരിക്കുമ്പോൾ അത് പ്രതികരണം രൂക്ഷമാവും. അത് ഇവിടെയും ചിലപ്പോൾ ഉണ്ടായി കാണും എന്ന് ഞാൻ കരുതുന്നു. ശ്രീനാരായണനാണ് മലപ്പുറത്ത്. ശ്രീനാരായണൻ, താങ്കൾക്ക് പറയാം. ഇവിടെ അമേരിക്കന്റെ പ്രശ്നമല്ല ഏറ്റവും വലിയ വിഷയം. ഹലോ, പറഞ്ഞോളൂ താങ്കൾ. ഇവിടെ എന്താ വെച്ചാൽ ഈ നമ്മള് എന്താ വെച്ചാൽ ഓരോ രാഷ്ട്രത്തിന്റെയും ഒരു വിശ്വാസ്യത ഉണ്ടല്ലോ, അതാണ് കണക്കാക്കേണ്ടത്. നമ്മൾ അമേരിക്കയുമായിട്ടുള്ള വിധേയത്വം അത് അവസാനിപ്പിക്കണം. കാരണം നമുക്ക് ഏത് സമയത്തും നമ്മളുടെ കൂടെ ഉണ്ടാവുന്ന ഒരു രാഷ്ട്രമാണ് റഷ്യ. ഈ റഷ്യയെ പിണക്കിക്കൊണ്ട് അമേരിക്കയുടെ കൂടെ നിൽക്കുക എന്നുള്ളത് അത് ഏറ്റവും അപകടകരമായിട്ടുള്ള വസ്തുതയാണ്. ആ ഒരു സത്യസന്ധത മനസ്സിലാക്കാതെ ഇന്ത്യ അവരെ കൂടെ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം. മനസ്സിലായല്ലോ? ഇതിപ്പോ നമ്മുടെ അങ്ങനെ അമേരിക്കയുടെ കൂടെ നിൽക്കുന്നു എന്ന് കരുതി ഇന്ത്യ റഷ്യയെ പിണക്കുന്ന നിലപാടല്ല. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് അമേരിക്ക തിട്ടൂരം പുറപ്പെടുവിച്ചിട്ടും ഇന്ത്യ അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്. ഗൾഫ് കൺട്രീസിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. ഗൾഫ് കൺട്രീസ് പൂർണ്ണമായിട്ടും അവരെ ആശ്രയിച്ചതിന്റെ ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള അവസ്ഥ എന്തായത്? അവിടെ മിസൈലുകൾ വർഷിക്കുമ്പോ യാതൊരു വിധത്തിലും പ്രതിരോധിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അമേരിക്കയുടെ വിശ്വാസ്യത എന്നുള്ളത് ഏറ്റവും അപകടകരമായിട്ടുള്ള വസ്തുതയല്ലേ? ഇത് തന്നെയല്ലേ നമുക്ക് സംഭവിക്കാൻ പോകുന്നത്? ആണോ? ഗൾഫ് സാമാന്യ രീതിയിൽ കാര്യമായ സേനയില്ലാത്ത ഗൾഫ് രാജ്യങ്ങളെ പോലെയല്ല
ഇന്ത്യയുടെ അവസ്ഥ. സൈനിക താവളം കൊടുത്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യയുടെ അവസ്ഥ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശക്തമായ ഒരു പ്രതിരോധ സേനയോ പല രാജ്യങ്ങൾക്കും അങ്ങനെ ഒരു സേന തന്നെ ഇല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ട്. താങ്കൾക്ക് പറയാതെ അത് അല്ലെങ്കിൽ ഉള്ളത് തന്നെ ഒരു ലോകത്തെ അങ്ങനെ ശക്തമായ സേനയൊന്നുമില്ല. അവർ അമേരിക്കയെ ആശ്രയിക്കുന്നത് പോലെ ഇന്ത്യക്ക് അങ്ങനെ അമേരിക്കയെ ആ തരത്തിൽ ആശ്രയിക്കേണ്ട കാര്യമില്ല. ഇന്ത്യൻ സേന അത്രത്തോളം ശക്തമാണ്. ഇല്ല, അല്ല ശക്തമല്ല. പക്ഷെ അതിനൊരു കുഴപ്പമുണ്ട്. ഇതിൽ അമേരിക്കയുടെ ഒരു വിശ്വാസ്യതയല്ലേ അപകടകരമായിട്ടുള്ള വസ്തുതയിൽ എത്തിച്ച് ആണോ? അല്ല, അതൊക്കെ കാണും. ഞാൻ മറ്റേ തമ്മിൽ താരതമ്യപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞത് അമേരിക്കയോട്. ശരി, എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും ഈ വിഷയത്തിൽ ട്രംപിൻ്റെ അഭിപ്രായത്തെ ന്യായീകരിച്ച് ഒരാൾ പോലും സംസാരിച്ചില്ല എന്നത് തന്നെ വലിയ പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. ഇനി ചെറിയ മനുഷ്യരായിക്കോട്ടെ, വലിയ മനുഷ്യരായിക്കോട്ടെ, കൊടും ശത്രു ആയിക്കോട്ടെ, ഇനി അല്ലെങ്കിൽ കൊടും കുറ്റവാളി ആയിക്കോട്ടെ, ലോകം വെറുക്കുന്ന ഒരാളായിക്കോട്ടെ, അങ്ങനെ ഒരാൾ പോലും മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സംസ്കാര ചടങ്ങിനോട് സാമാന്യ ബഹുമാനം പുലർത്തുക എന്നുള്ളത്, എന്തിന് തൂക്കിക്കൊല്ലുന്ന ഒരാളോട് പോലും അയാളുടെ ശവശരീരം മാന്യമായി സംസ്കരിക്കുക എന്നുള്ളത് ലോകത്തെവിടെയും മനുഷ്യൻ ഉള്ള സ്ഥലങ്ങളിലെല്ലാം സാധാരണ മനുഷ്യരടക്കം പുലർത്തുന്ന ഒരു സാമാന്യ നീതിയാണ്. അതുപോലുമില്ലാതെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഈ നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചിലരെങ്കിലും അതിനെ കോമാളിത്തരമെന്നും വിഡ്ഢിത്തരമെന്നും ഒക്കെ ചില നാടൻ ഭാഷയിൽ വലിയ പ്രയോഗങ്ങളടക്കം ആളുകൾ നടത്തിയത്. പക്ഷേ വീണ്ടും വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് അത്തരം പ്രസ്താവനകൾ അല്ലെങ്കിൽ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിനെതിരെയുള്ള ഒരു പ്രതിഷേധം സ്വാഭാവികമായും ഇറാൻ യുദ്ധം അവസാനിക്കേണ്ടത് മലയാളികളുടെ കൂടി ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തെ കൂടി ബാധിച്ചിരിക്കുന്ന ഒന്നാണ്. നമ്മുടെ അടുക്കളയെ പൊള്ളിക്കുന്നതും നമ്മുടെ ചായക്കടക്കം വില കൂട്ടിയതുമായ ഒന്നാണ്. അത്തരമൊരു യുദ്ധം അവസാനിക്കാനുള്ള ഒരു ചർച്ച നടക്കുമ്പോൾ ഇത്തരം അവഹേളനങ്ങൾ ഉണ്ടാകുന്നത് നമ്മളെ അടക്കം ആശങ്കപ്പെടുത്തുന്ന ഘടകം കൂടിയാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുത്തത്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയവുമായി.